Hallelujah. What a joy it is to be back in the house of God with people who love to pray and who love the presence of Jesus. ദൈവ സാന്നിധ്യത്തെയും പ്രാർത്ഥനയും ഇഷ്ടപ്പെടുന്ന ജയവേദനത്തോടൊപ്പം ദൈവത്തിന്റെ ഭന്നിരത്തിൽ ഒരു പ്രാവശ്യം കൂടെ വീണ്ടും ആയിരിക്കുന്നത് എത്ര സന്തോഷകരമായ കാര്യം. So just so that you don't imagine that we are very superhuman figures, I was just leaving the room and I was listening to an interview with Pastor Benny Hinn. ഞാൻ ഒരു വലിയ സൂപ്പർ ഹ്യൂമൻ ആണെന്നും നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നതിന് തൊട്ട് മുൻപായിട്ട് പാസ്റ്റർ ബെന്നി ഹിന്നിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. And he had just conducted a crusade in Uganda, and after that this was posted not by anybody else but by his own daughter. She interviewed him. യുഗാണ്ടയിലെ തന്റെ ക്രൂസൈഡ് കഴിഞ്ഞ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ മറ്റാരുമല്ല തന്റെ മകൾ തന്നെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ. And so he happened to narrate something that happened to him years ago in the ministry. തന്റെ ശുശ്രൂഷയിൽ വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ച ചില കാര്യങ്ങൾ അദ്ദേഹം പറയേണ്ടതുണ്ടായിരുന്നു. So this is all prayer material, okay, not gossip material, prayer material, okay. ഇത് ഗോസിപ്പ് അല്ല, ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉതകുന്ന സാധനങ്ങളാണ്. Say with me, whatever we hear we will turn it into prayer. എന്നോട് ചേർന്ന് പറഞ്ഞാട്ട് നമ്മൾ എന്ത് കാണുന്നുവോ കേൾക്കുന്നുവോ നമ്മൾ പ്രാർത്ഥനയാക്കി മാറ്റും. So that is a sign of maturity, that whatever you hear you turn into prayer, not a matter of gossip or analysis or reductions. നുണപറച്ചിലായാലും ശരി, വിശകലനമായാലും ശരി, വിവരങ്ങളായാലും നമ്മൾ എന്ത് കേട്ടാലും നമ്മളത് പ്രാർത്ഥനയാക്കി മാറ്റും. അതാണ് നമ്മുടെ വളർച്ചയുടെ ലക്ഷ്യം. In the testimony, in the interview, he was telling his daughter that there was a certain period in his ministry for 2 years he did not hear the voice of the Lord. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിൽ അദ്ദേഹം തന്റെ മകളോട് ഇങ്ങനെ പറയുകയാണ്, 2 വർഷക്കാലം ദൈവശബ്ദം കേൾക്കാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. But the ministry went on as normal. സാധാരണ എന്ന പോലെ ശുശ്രൂഷ കാലഘട്ടത്തിലും നടന്നു പോവുകയാണ്. That is the danger, not with Benny Hinn but every Hinn like us. ബെന്നി ഹിന്റെ മാത്രമല്ല, നമ്മളെ പോലുള്ള എല്ലാ ഹീന്മാരുടെയും അപായകരമായ അവസ്ഥയാണത്. As somebody wrote in a book, the Holy Spirit can leave the church and nobody would feel the difference. ആരോ ഒരാൾ ഇങ്ങനെ പുസ്തകത്തിൽ എഴുതി, പരിശുദ്ധാത്മാ സഭയെ വിട്ടുപോയാലും ആർക്കും അത് വിട്ടുപോയെന്ന് തോന്നത്തില്ല. The worship will continue, the preaching will continue, the offering counting will continue and the budgeting will continue. ആരാധന നടക്കും, പ്രാർത്ഥന നടക്കും, പ്രസംഗം നടക്കും, കാണിക്ക എണ്ണലും നടക്കും, എല്ലാം സ്വാഭാവികമായി നടക്കും. Remember, Jesus left the crowd and the parents also did not know that Jesus was not with them for 2 days. നമുക്കറിയാം യേശു തങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു, എന്നിട്ടും മാതാപിതാക്കൾക്ക് മനസ്സിലായില്ല യേശു അവരുടെ കൂടെ ഇല്ല എന്നുള്ളത്. They thought Jesus was in the crowd, in the hallelujahs and the stotrams and the offerings, everything was going good, but Jesus was not there. അവർ വിചാരിച്ച് യേശു പുരുഷാരത്തിന്റെ ഇടയിലുണ്ട്, ഹല്ലേലൂയകളും സ്തോത്രങ്ങളും ആരാധനയും കാണിക്കെടുപ്പൊക്കെ നടക്കുകയാണ്, അതിന്റെ ഇടയിൽ എവിടെയോ യേശു ഉണ്ടെന്ന് അവർ വിചാരിച്ചു, പക്ഷേ യേശുവില്ലായിരുന്നു. I'm talking to myself, you have the privilege of listening to my own conversation. ഞാൻ എന്നോട് തന്നെ സംസാരിക്കുകയാണ്, എൻ്റെ ഏറ്റുപറച്ചിലുകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. And so Benny Hinn said in that 2 years he was not dry, but the ministry was going, but he knew that God had not spoken to him for 2 solid years. പക്ഷേ ബെന്നി ഹിൻ ഇങ്ങനെയാണ് പറഞ്ഞത്, 2 വർഷം താൻ വരണ്ടൊന്നും പോയിട്ടില്ല, പക്ഷേ മിനിസ്ട്രി സാധാരണ നിലയിൽ പോകുന്നുണ്ടെങ്കിലും ദൈവശബ്ദം at that time he was at the peak of his ministry. ആ സമയമാണ് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും ഉന്നതമായ ഒരു സമയമായിരുന്നു. And then he said in the interview, without his daughter asking, he said this, that but the turn came into my life when somebody suggested to me, he took a name of a gentleman, he said, Benny, you need to read the Bible 3 times a year. ആ സമയത്ത് തന്നെ ഒരു അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല, അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതൻ തന്നോട് പറഞ്ഞു, ബെന്നി 1 വർഷം 3 തവണ നീ ബൈബിൾ വായിക്കേണ്ടിയ സമയമാണിത്. I kept listening. ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു. And then towards the end of the interview he said, that has sustained my ministry in the last several years. That means he's reading his Bible 3 times a year, and I have to confess I'm not there. ഞാനത് ശ്രദ്ധിച്ചു. അദ്ദേഹത്തിന് Thank you for saying no. Nobody said hallelujah. That is why I'm very happy. അവസാനത്തെ ഭാഗത്ത് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ആ 1 വർഷം 3 തവണയുള്ള ബൈബിൾ വായനയാണ് അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ശുശ്രൂഷകളെ നിലനിർത്തി പോകുന്നത്. അദ്ദേഹത്തിനായി ദൈവത്തിന് നന്ദി. ഞാൻ അത്രത്തോളം എത്തിയിട്ടില്ല. We have so many excuses not to read our Bibles. നമ്മുടെ ബൈബിള് വായിക്കാൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ഒത്തിരി ഒഴിവുകൾ പറയുന്നവരാണ്. One of the excuses I have is I'm writing books about the Bible. That is why I'm not able to read the Bible. How wonderful. നമ്മൾ പറയുന്ന ഏറ്റവും വലിയ ഒഴികഴി എന്നാണെന്നറിയാമോ? ഞാൻ ബൈബിളിൽ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക ബൈബിളിനെ കുറിച്ച്, അതുകൊണ്ട് എനിക്ക് ബൈബിൾ വായിക്കാൻ സമയമില്ലാത്ത. Because I'm writing, so I cannot read.
ഞാൻ എഴുതുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല. I'm exposing my weakness so that you can pray for people like us, so that we will pray and read the Bible, pray and read the Bible. We may write about it, preach about it, sing about it, dance about it, but we have to ourselves read and devour the word of God. ഞാൻ എൻ്റെ ബലഹീനത നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എഴുതുക എന്തും ചെയ്തോട്ടെ, പക്ഷേ വായന, വേദപുസ്തക വായന, ദിനംപ്രതിയുള്ള വേദപുസ്തക വായന നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്തതാണ്. 10-12 projects are simultaneously happening around the country, but still we have to pray and read the Bible. 10-12 പ്രോജക്റ്റുകൾ ശുശ്രൂഷയ്ക്കകത്ത് ഒരുപോലെ നടക്കുന്നുണ്ടെങ്കിലും വായന, പ്രാർത്ഥന ഇത് നമ്മുടെ ലൈഫിനകത്ത് തുടർന്നേ മതിയാകും. And so please understand, we are still humans. We need your prayer, and yes, we can do some singing, we can do some preaching, but ultimately it has to be God that shows up every session of our meetings and prayer. ഞാനിത് പറയുന്നത് ഞങ്ങൾ തീർച്ചയായിട്ടും സാധാരണ മനുഷ്യരാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന ആവശ്യം നിങ്ങൾക്ക് ഹൃദയത്തിൽ ആ ബോധം ഉണ്ടാകേണ്ടവനാണ് ഞങ്ങൾ ഈ പറയുന്നത്. Pray that we don't lose our senses. ഞങ്ങളുടെ ബോധം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ Pray പ്രാർത്ഥിക്കുക. that we don't lose our fire for the gospel. സുവിശേഷത്തിന് വേണ്ടിയുള്ള ഞങ്ങളുടെ അഗ്നി കെട്ടുപോകാതിരിക്കാൻ നിങ്ങൾ Pray that പ്രാർത്ഥിക്കുക. our passion for the lost does not get disintegrated. നഷ്ടപ്പെട്ടവരെ തേടി പോകാനുള്ള ആ ആഗ്രഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു Sometimes പോകാതിരിക്കാൻ taking care of the church so much can douse our fire for the lost. പലപ്പോഴും സഭയെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ ഒത്തിരി അങ്ങ് ഇൻവോൾവ് ആകുന്നത് കൊണ്ട് ആ കർത്താവിന് വേണ്ടിയുള്ള You സുവിശേഷത്തിന്റെ take അഗ്നി ചിലപ്പോൾ care of so much people in the church that you forget, and you suddenly think you don't want any more new children. This is enough. I can take care and die with them also. സഭയിൽ ആത്മാക്കൾ ഇങ്ങനെ ഒത്തിരി ആളുകൾ കൂടി വരിക, അവരെ ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഇനി പുതിയ ആളുകളൊന്നും വേണ്ട, നഷ്ടപ്പെട്ടവരെ തേടി പോകുന്ന പദ്ധതി അങ്ങ് നമ്മൾ And ഉപേക്ഷിച്ചു. sometimes you evangelize so much, then you look at your own crowd and you think, my God, how many are going to make it to heaven? I'm not sure, oh God. പലപ്പോഴും ആ ഒത്തിരി സുവിശേഷീകരണം ചെയ്ത ശേഷം ആളുകളെ നോക്കുമ്പോൾ എങ്ങനെ ഇവരെ എല്ലാം സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും എന്നൊരു ഡൗട്ട് ഉണ്ടാകും. And so all of these are genuine concerns for you. I'm pinching your balloon so there is no air in it except the power of the Holy Spirit during this fasting prayer. ഒരു കാര്യം ഞാൻ ഇതിലൂടെ ഉറപ്പ് വരുത്തുന്നത്, ആമേൻ, നിങ്ങളുടെ ബലൂണിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം ഇല്ലാതെ കാറ്റ് കൊണ്ടൊന്നും നടക്കത്തില്ല. കാറ്റിനെ കുത്തിപ്പൊട്ടിച്ച് പരിശുദ്ധാത്മാവില്ലാതെ നിങ്ങൾ ഒന്നും അല്ല നിങ്ങൾക്ക് കാണിച്ചു തരാൻ. Hallelujah. Can you say amen with me? എന്നോട് ചേർന്ന് രാമേൻ പറഞ്ഞാട്ടെ. Are you still agreeing with me? Are you still happy about what we are doing this evening? നമ്മൾ ഇന്ന് വൈകുന്നേരം Alright. ചെയ്യാൻ പോകുന്ന We need God. We need the Holy Spirit. We need Jesus in our lives and in our churches. നമുക്ക് ദൈവത്തെ ആവശ്യമുണ്ട്, പരിശുദ്ധാത്മാവിനെ ആവശ്യമുണ്ട്, നമുക്ക് യേശുവിനെ നമ്മുടെ ദേവാലയത്തിലും ശുശ്രൂഷയിലും ജീവിതത്തിലും ആവശ്യമുണ്ട്. Lift up your hands and say 10 times, I need you, Jesus. Say it, I need you, Jesus. I need you, Holy Spirit. I need you, Daddy. I need you. I need you. I'm nothing without you. I need you in my family, in my home, in my life, in my ministry, in our calling. We need you, Jesus. ഞങ്ങൾക്ക് അങ്ങനെ വേണം. ഞങ്ങളുടെ സ്കൂളിൽ, കോളേജിൽ, കുടുംബത്തിൽ, ശുശ്രൂഷയിൽ അങ്ങില്ലാതെ ഞങ്ങൾ ഒന്നുമല്ലപ്പാ. ഞങ്ങൾക്ക് അങ്ങനെ വേണം. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Amen and amen. We studied from the book of Hebrews. നമ്മൾ കഴിഞ്ഞ രാത്രി എബ്രായ ലേഖനത്തിൽ നിന്നുമാണ് പഠിച്ചത്. And we still want to stick into Hebrews this ഇപ്പോൾ evening. വീണ്ടും നമ്മൾ എബ്രായ ലേഖനത്തിലൂടെ പോകാൻ Now ആഗ്രഹിക്കുന്നു. you have to understand, we don't know the writer of Hebrews. We said that yesterday. നമുക്കറിയാം എബ്രായ ലേഖനത്തിന്റെ യഥാർത്ഥ ഗ്രന്ഥകാരൻ ആരാണെന്നൊരു ഉറപ്പില്ലാത്ത But we അവസ്ഥയാണ്. know he was in very close relationship with the risen Savior. We know that. പക്ഷെ ഒരു കാര്യം, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവുമായിട്ട് ഏറ്റവും അടുത്ത ഇഴയടുപ്പമുള്ള ബന്ധമുള്ള And then he was വ്യക്തിയായിരുന്നു. writing to a community of people who had come into the faith of the Lord Jesus, but somehow because of issues and tensions and persecutions, maybe prayers not answered and coldness of heart, they were turning back to their old religion and their old ways. വിശ്വാസത്തിലേക്ക്, പഴയ നിയമത്തിൽ നിന്ന് പുതിയ നിയമത്തിന്റെ വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പീഡനങ്ങൾ, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കാത്ത ഇങ്ങനെ ഒട്ടനവധി കാരണങ്ങളാൽ വീണ്ടും ആ പഴയ പ്രമാണത്തിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിക്കുന്ന, ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾക്കാണ് ഈ എബ്രായ And so this writer is almost amazed. He's thinking, how can you do this? How can you do this? This is something we live for. This is something that somebody died
for, how can you go back to your old faith? അദ്ദേഹം വിശ്വസിക്കാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, എങ്ങനെ നിങ്ങൾക്ക് മടങ്ങിപ്പോകാൻ കഴിയും? ഇതിനു വേണ്ടി ഒരുവൻ വില കൊടുത്തിരിക്കുകയാണ്, തന്റെ പ്രാണനെ പോലും ഇതിനായി നൽകിയിരിക്കെ എങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മടങ്ങിപ്പോകാൻ സാധിക്കും? So this is written not just to a bunch of Hebraic people or Jewish community. Maybe, let me say this very emphatically, maybe this is written to us also. അതുകൊണ്ട് ഞാൻ പറയാം, ഇതൊരു എബ്രായ കൂട്ടമായ ഒരു ചെറിയ കൂട്ടത്തിന് മാത്രം എഴുതിയതല്ല. വിശ്വസിക്കുന്നു, ഞാൻ കരുതുന്നു ഇത് നമുക്കായിട്ട് രാത്രി എഴുതപ്പെട്ടതാണ്. Sometimes when a prayer is not answered, or sometimes when we do not match with our pastor or with our fellow believer, we fall out of the faith, we fall out of our churches, we fall out of our relationships, and that is heartbreaking to see somebody do that. പലപ്പോഴും നമ്മുടെ പാസ്റ്ററോട് നമുക്ക് യോജിക്കാൻ കഴിയാതെ പോകുമ്പോൾ, നമ്മുടെ കൂട്ടുവിശ്വാസിയുമായി നമുക്ക് യോജിക്കാൻ കഴിയാതെ പോകുമ്പോൾ, നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമാകുമ്പോൾ, നമ്മൾ പിന്തുടർന്ന വിശ്വാസത്തെക്കുറിച്ച്, പിന്തുടർന്ന ദൈവത്തെക്കുറിച്ച്, പിന്തുടർന്ന വിശുദ്ധിയെക്കുറിച്ച് എല്ലാം നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടായെന്ന് വന്നേ. And I remember what the writer wrote to the Ephesian church in Revelation 2. Oh, where have you fallen from? Remember the first love and return and repent and redo the things that you were doing. നമ്മൾ ഓർക്കുന്നുണ്ട്, വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൽ വെളിപ്പാടിന്റെ ഗ്രന്ഥകാരൻ എഴുതുകയാണ്, നിങ്ങൾ ഏതിൽ നിന്നു വീണിരിക്കുന്നു എന്ന് ഓർത്ത് ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരിക. So this is not a judgment. At the same time, this is a mirror. The word of God is a mirror. You have to evaluate yourself where you are in your spiritual journey. ഇതൊരു ന്യായവിധി കൽപ്പിക്കലല്ല, വാസ്തവത്തിൽ ഇതൊരു കണ്ണാടിയാണ്. നമ്മുടെ ജീവിതത്തെ നോക്കി കാണാൻ കഴിയുന്ന കണ്ണാടിയാണ് വേദപുസ്തകം. And so as the writer of Hebrew writes to this community of believers who were once very red hot, but probably they are cold, probably they are putting their feet in two boats, or some of them have left the faith, he is now writing to them, encouraging them, come back, don't do what you're doing right now. ഒരിക്കൽ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന ആ ദൈവ വിശ്വാസ സമൂഹങ്ങൾ ഇപ്പോൾ ചിലർ അതിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള സാധ്യത, ചിലരിപ്പോ രണ്ടു വള്ളത്തിലൂടെ കാല അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് അറിയത്തില്ല, ചിലർ ഏറെക്കുറെ വിട്ടുപോയിരിക്കുന്നു. അങ്ങനെ ഒരു സമൂഹത്തോടാണ് അദ്ദേഹം എഴുതുന്നത്, പാടില്ല, നിങ്ങൾ ഇതിൽ ഉറച്ചു നിന്നേ മതിയാകൂ. The writer uses five warnings to the people saying, don't do this, if you do this, this will happen. 5 warnings he pushes across the book. ഈ പുസ്തകത്തിലൂടെ 5ഓളം മുന്നറിയിപ്പുകൾ, ഇത് ചെയ്യരുത്, അത് ചെയ്താൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് ആ ഗ്രന്ഥകാരൻ എഴുതുന്നു. I don't want to touch that this evening. അതിനെ ഇന്ന് രാത്രി പറയാൻ ആഗ്രഹിക്കുന്നു. But beautifully the writer also exposes how Jesus is better than anything and everything they have ever listened to or believed on. അവർ വിശ്വസിച്ചിരുന്നിടത്ത് വിടുവിക്കപ്പെട്ട് വന്ന സ്ഥലത്ത് യേശു എത്രത്തോളം ആ പഴയ പ്രമാണത്തെക്കാൾ ശ്രേഷ്ഠമായതാണ്, മെച്ചപ്പെട്ടതാണെന്ന് 5-ലധികം തവണ ഗ്രന്ഥകാരൻ ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. All right, and so we're going to study some of these better scriptures this evening so that we can understand that our Jesus is much more than we have ever thought of or talked about or prayed about. അന്ന് രാത്രി മെച്ചമായത്, മലയാള ബൈബിളിൽ ശ്രേഷ്ഠമായതെന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്, യേശുവിനെ കുറിച്ച് അങ്ങനെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങളും രാത്രി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. And so the writer is writing to this community of people who know Jesus, who know the truth, who know, probably are baptized and even spirit filled, but they are going cold. എന്നാൽ വാസ്തവത്തിൽ ഈ ഗ്രന്ഥകാരൻ എഴുതുന്നത് രക്ഷിക്കപ്പെട്ട, ഒരുപക്ഷെ സ്നാനപ്പെട്ട, ആത്മനിറവിൽ ജീവിച്ച വിശ്വാസമുള്ള ജനങ്ങളാണ്. പക്ഷെ ഇപ്പോൾ അവരുടെ വിശ്വാസവും സ്നേഹവും എല്ലാം തണുത്തു പോയിരിക്കുകയാണ്. All right, ready to read the word of God? വചനം വായിക്കാൻ തയ്യാറാണോ? Short passages, long passages? ചെറിയ പാസേജ് ആണോ, വലിയ പാസേജ് ആണോ? Yes, everything for yes. എല്ലാം മെസ്സാണ്. All right, let's read Hebrews chapter 1 verses 1 through 4. 1-ാം അധ്യായം, ലേഖനം 1-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള And open your Bibles and let's read it together. നമുക്ക് ഒരുമിച്ച് വായിക്കാം. Chapter 1 verses 1 through 4. Yes. 1-ാം അധ്യായം 1 മുതൽ 4 വരെ. You have to display it when I say it. All right, let's read it together. നമുക്ക് ഒരുമിച്ച് വായിക്കാം. Yes, വായിച്ചാട്ടെ, മലയാളത്തിൽ വായിച്ചോ. Yes. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. 3 and 4.
3:4. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്തിരിക്കുകയും അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയതിനൊത്തവണ്ണം അവരെക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. Number one, Jesus is given a better name. A better name. ഒന്നാമത്തെ കാര്യം, യേശുവിന് ഒരു ശ്രേഷ്ഠമായ ഉത്തമമായ നാമം നൽകപ്പെട്ടു. You may ask me this old question, right? Rhetorical question. What's in a name? What's in a name? നിങ്ങൾ ഒരു പക്ഷേ ആ പഴയ ചോദ്യം പിന്നെയും ചോദിച്ചേക്കാം, എന്താണ് ആ പേര്? But in the beauty, the name that is given to this young child is he shall be called who? Jesus. He shall be called Jesus. ഈ കുഞ്ഞിന് നൽകപ്പെട്ട മനോഹരമായ പേരെന്താണെന്ന് അറിയാമോ? അവൻ യേശു എന്ന് വിളിക്കപ്പെടും. Jesus is his name. Christ or saving is his job, and Lord is his title. യേശു അവന്റെ പേരാണ്, ക്രിസ്തു അവന്റെ ഔദ്യോഗിക പദവിയാണ്, കർത്താവ് എന്നത് അവന്റെ വാഴ്ചയാണ്. So when you say Lord Jesus Christ, you are giving him the title first, you are ascribing the name second, and then you actually say what he is doing, what he has done for humanity and for us every day. കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുമ്പോൾ ആദ്യം അവന്റെ പദവിയെ നിങ്ങൾ പറയുകയും രണ്ടാമത് അവന്റെ പേര് നിങ്ങൾ ഉച്ചരിക്കുകയും മൂന്നാമത് അവൻ നിങ്ങൾക്കായി ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങൾ വർണ്ണിക്കുകയും ചെയ്യുക. Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തു. Okay, say that with me. Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തു. ആയ വേണോ അതോ കർത്താവ് അങ്ങനെ വരത്തില്ല അല്ലേ? So all right, so the Lord, say this with me, Lord Jesus Christ. കർത്താവായ യേശു ക്രിസ്തു. I will teach you Hindi. Prabhu Yeshu Masih. പ്രഭു യേശു മസീഹ്. Louder, louder. Prabhu Yeshu Masih. പ്രഭു യേശു മസീഹ്. One more time. Prabhu Yeshu Masih. പ്രഭു യേശു മസീഹ്. So what's his name? എന്താണ് അവന്റെ പേര്? Yeah, his name is Jesus. What is his title? അവന്റെ പദവി എന്താണ്? പ്രഭു, കർത്താവ്. And what is his work? Christ, ക്രിസ്തു. He saves. But if you call him Lord, you also have to understand he owns everything. കർത്താവെന്ന് വിളിക്കുമ്പോൾ അവൻ എല്ലാത്തിന്റെയും കർത്തൃത്വമുള്ളവനാണ്. Number two, if he is Lord, he directs everything. He is the director, or not just the owner, but he directs the one who is under him. സകലത്തിന്റെ സ്വന്തക്കാരൻ, ഉടമസ്ഥൻ എന്ന് മാത്രമല്ല, അവൻ സകലത്തെയും കർത്തൃത്വം നടത്തി വഴി നടത്തുന്നവനാണ്. Number three, if he is Lord, he demands and commands respect from the one who is coming to him. മൂന്നാമത്തത്, അവൻ കൽപ്പിക്കുന്നു, അവൻ ബഹുമാനം ആവശ്യപ്പെടുന്നു. So as Lord, he is owner. ലോർഡ്, കർത്താവ് നല്ല ഉടമസ്ഥനാണ്. Number two, as Lord, he is director, not director of a company, but somebody who directs the day in and day out affairs of the company, of his people. കർത്താവ് എന്ന നിലയ്ക്ക് അവൻ സകലത്തെയും കർത്തൃത്വം നടത്തുന്നവനാണ്. ഓരോ ദിവസവും. Number three, as Lord, he demands, how do I say it? He demands our respect and our total obedience also. മൂന്നാമത്തത്, കർത്താവ് എന്ന നിലയ്ക്ക് നമ്മുടെ ബഹുമാനവും ആദരവും അവൻ ആവശ്യമാണ്. Now Jesus is given this better name. We just read this. So നമ്മൾ വായിച്ചു, യേശുവിന് ശ്രേഷ്ഠമായ ഒരു നാമം നൽകപ്പെട്ടു. But if you read passages 2, 3 and 4, you understand why Jesus has been given this better name. അടുത്ത ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ എന്തുകൊണ്ട് യേശുവിന് ഈ ശ്രേഷ്ഠമായ പേര് നൽകപ്പെട്ടു എന്ന് മനസ്സിലാക്കാം. Everybody has a Bible? എല്ലാവർക്കും ബൈബിൾ ഉണ്ടല്ലോ. I hope everybody in Exodus is literate. എക്സോഡസിൽ എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണെന്ന്. All right, open your Bibles and now tell me what are some things about Jesus that are written in passages 2, 3 and 4. Now 2, 3, 4 പാസേജുകളിൽ യേശുവിനെ കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വായിച്ചു. Your time starts now. ഇപ്പോൾ നിങ്ങളുടെ സമയം. You don't have to shout, otherwise others will listen. You discover for yourself. നിങ്ങൾ തന്നെ കണ്ടെത്തിയാട്ടെ, ഉറക്കെ വിളിച്ച് പറയണമെന്നില്ല. I will do it at the end. Ready? Okay, your time starts now. What are some things about this Lord Jesus Christ? കർത്താവിനെ കുറിച്ച്, കർത്താവായ യേശുവിനെ കുറിച്ച് എന്താണ് എഴുതിയിരിക്കുന്നത്? I will give you a hint. All right, there are 3 verses. ഞാനൊരു ക്ലൂ തരാം. 3 വാക്യങ്ങളുണ്ട്. At least 7 things are there. ഏറ്റവും കുറഞ്ഞ 7 കാര്യങ്ങൾ അവിടെ ഉണ്ട്. You discovered already 10, I'm sure, so don't worry. നിങ്ങൾ ഓൾറെഡി 10 കണ്ടുപിടിച്ചിരിക്കുകയാണല്ലോ. You can read biology, you can read a newspaper from front to back and back to front, but now you're finding it hard. ബയോളജി പുറകെയും മുൻപ് നിന്നും ഒക്കെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും, പക്ഷെ ബൈബിൾ വായിക്കാൻ വളരെ കഠിനമാണ്. All right, just discover, just unpack it. It's very simple. ഒന്ന് തുറന്ന് നോക്കിയാട്ടെ, ഒന്ന് കണ്ടുപിടിച്ചാട്ടെ, വളരെ ലഘുവായ കാര്യമാണത്. You got it? Anybody has 7?
ആർക്കെങ്കിലും 7 എണ്ണം കിട്ടിയോ? 7 or more than 7 or 5 or 3 or 2? How many got 3? 3 എണ്ണം കിട്ടിയവർ എത്ര പേരുണ്ട്? Okay. ഞാൻ ചോദിക്കാം ചിന്തിക്ക്. All right. How many got 5? Let me see. How many got 5? 5 എണ്ണം കിട്ടിയ എത്ര പേരുണ്ട്? I want to see your hands. 1, 1.5, 2, 3, 4. Okay. Yes. 5. Okay. Ready? അല്ലെങ്കിൽ ഞാൻ പാസ്റ്റർ എബി വിളിക്കും. He will do that for us. Okay. Okay. There are 7 things. That is why Jesus has a better name. Ready? Number 1. കാര്യങ്ങളുണ്ട് യേശുക്രിസ്തുവിന് എന്തുകൊണ്ടാ ശ്രേഷ്ഠ നാമം നൽകിയത്. The first one we touched last night. He is the Son of God. ഒന്നാമത്തെ കാര്യം ഇന്നലെ രാത്രി നമ്മൾ സ്പർശിച്ചു. അവൻ ദൈവപുത്രനാണ്. He is son not because he has a mother and a father, but he is son because he has been ascribed and given the title by the heavenly Father. അവൻ അപ്പനുള്ളത് കൊണ്ടോ അമ്മയുള്ളത് കൊണ്ടോ അല്ല അവൻ പുത്രനായത്. സ്വർഗീയ പിതാവ് അവനെ സകലത്തിനും അധികാരിയായി നിയമിക്കുവാൻ തീരുമാനിച്ചത് കൊണ്ട് അവനെ പുത്രനായി പ്രഖ്യാപിച്ചു. Number 2, what is the second thing? രണ്ടാമത്തെ കാര്യം എന്താണ്? Heir of all things. സകലത്തിന്റെയും അവകാശി. He is the heir of all things. അവൻ സകലത്തിന്റെയും അവകാശിയാണ്. You don't understand the weight of this word heir. That is why you're not excited. ഈ അവകാശി എന്ന വാക്കിന്റെ ശരിക്കുള്ള മൂല്യം അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ആവേശം ഉണ്ടാകുന്നത്. Maybe you have a plot or a flat and few building here and there, then you think that is heir. No, this is the entire universe, the entire creation. Everything is willed to the name of Jesus. നിങ്ങൾക്കൊരു ഫ്ലാറ്റോ ഒരു ചെറിയ വസ്തുവോ ഒരു ചെറിയ കുറെ വീടുകളോ ഉണ്ടായിരിക്കാം, പക്ഷെ ഇത് അങ്ങനല്ല. മുഴു പ്രപഞ്ചത്തിന്റെയും അധികാരിയും അവകാശിയുമായി അവനെ നിയമിച്ചു. He has already been willed the heir of all things seen and unseen. കാണുന്നതും കാണാത്തതുമായ സകലത്തിന്റെയും അവകാശം അവന്റെ പേരിൽ സ്വർഗം എഴുതി വെച്ചിരിക്കുന്നു. And because he is the son, he is the heir of all things. അവൻ പുത്രനായതുകൊണ്ട് സകലത്തിന്റെയും അവകാശിയായി തീർന്നു. But that is not just the story. That's only the part 2 of the story. The part 1 is now coming. He is the creator of all things. പാർട്ട് രണ്ടാമത്തേതാണ്. പാർട്ട് 1 എന്താണ്? അവൻ സകലത്തിന്റെയും സൃഷ്ടികർത്താവാണ്. You read John 1 beautiful. He says nothing was created without Jesus. യോഹന്നാൻ 1:1 വാക്യത്തിൽ 1 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. Exactly. Nothing was created without him and everything was created with him. This is my Jesus. He created everything. He is the owner of everything. He is the heir of everything. അവൻ സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതെ, അവൻ സകലത്തിന്റെയും സൃഷ്ടികർത്താവും സകലത്തിന്റെയും ഉടമസ്ഥനും സകലത്തിന്റെയും കാരണഭൂതനുമാണ്. Not just a few thousand acres in India, not just a few thousand acres in America or in the UK, not just earth, not just Milky Way, not just our galaxy, not just the billions of galaxies. If there is any creation beyond that, he is the heir of all things and the creator of all things. ഇന്ത്യയിലുള്ള 1000 ഏക്കർ സ്ഥലമല്ല, അമേരിക്കയിലെ 1000 ഏക്കർ സ്ഥലമല്ല, ഭൂമിയല്ല, സൂര്യനല്ല, ചന്ദ്രനല്ല, ക്ഷീരപഥമല്ല, നമ്മുടെ ഗാലക്സി അല്ല, അതിനപ്പുറത്തുള്ള 100 കോടിക്കണക്കിന് ഗാലക്സികളല്ല, അതിനപ്പുറത്ത് എന്തേലും ഉണ്ടെങ്കിൽ അതിന്റെയും ഉടമസ്ഥനും സൃഷ്ടികർത്താവുമാണ്. This is my Jesus for you. ഇതാണ് എൻ്റെ യേശു. This is my Jesus for you. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ യേശു. He is the son, he is the heir and he is the creator. അവൻ പുത്രനാകുന്നു, അവൻ അവകാശിയാണ്, അവൻ സൃഷ്ടാവാണ്. Romans chapter 4 beautifully describes how he created this. എങ്ങനെ അവൻ ഇത് സൃഷ്ടിച്ചു എന്ന് റോമാലേഖനം 4 അധ്യായം മനോഹരമായി പറഞ്ഞു. 17 and 18. A carpenter needs a tree or a wood to create a table. ഒരാശാരിക്ക് ഒരു മേശ പണിയണമെങ്കിൽ ഒരു തടി വേണം. A tailor needs a material to create something out of that fabric. ഒരു തുന്നലുകാരന് ആ തുന്നാൻ ആവശ്യമായ ഒരു തുണി വേണം തച്ചെടുക്കാൻ. Everybody needs something to create something. എല്ലാവർക്കും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലത് ഉണ്ടാക്കാൻ പറ്റും. But my God needs nothing to create everything. എന്നാൽ എൻ്റെ ദൈവത്തിന് എല്ലാം
ഉണ്ടാക്കാൻ ഒന്നും വേണ്ട. Is it making sense to somebody tonight? He does not need anything to create everything, even for me tonight. എന്തെങ്കിലും ഇന്ന് രാത്രി നിങ്ങളുടെ തലച്ചോറിനകത്ത് ഉദിക്കുന്നുണ്ടോ? നമ്മുടെ കർത്താവിന് എന്തെങ്കിലും സൃഷ്ടിക്കാൻ, എല്ലാം സൃഷ്ടിക്കാൻ ഒന്നും ആവശ്യമില്ലായിരുന്നു. നിങ്ങൾക്ക് സ്തുതിച്ചാലേ പറ്റത്തുള്ളൂ, ഞാൻ വിടത്തില്ല. വായ് തുറന്ന് സ്തുതിച്ചേ മതിയാകത്തുള്ളൂ. Praise God. Scream it out. My God does not need anything to create everything. He is the creator. He is the heir. And He is the Son of God. This is the Jesus that I worship. വിളിച്ചു പറ, എന്റെ ദൈവത്തിന് എല്ലാം സൃഷ്ടിപ്പാനൊന്നും വേണ്ട. അവൻ സൃഷ്ടികർത്താവാണ്, അവൻ അവകാശിയാണ്, അവൻ ദൈവപുത്രനാണ്. Don't tell anybody. He does not need your saving to bless you with another blessing. നിന്റെ രക്ഷ മറ്റുള്ളവരെ He does not need your bank saving or your FD to bless you with another blessing. മറ്റൊരു അനുഗ്രഹത്തെ അനുഗ്രഹിക്കാൻ നിന്റെ ബാങ്ക് നിക്ഷേപം ആവശ്യമില്ല. You are counting the FDs, you are counting your Excel sheet, you are counting your budgets, you are counting your finances, you are counting your monthly expenses. He does not need any of that. My God does not need anything to create everything. യെസ്, നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസും ബജറ്റും മാസക്കണക്കും എല്ലാം എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് ഒരുവനെ അനുഗ്രഹിപ്പാൻ ഈ കാര്യങ്ങൾ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഉറപ്പ് ഉണ്ടെങ്കിൽ. For the last few months I have been putting my head again, opening Excel sheet, trying to balance this, trying to this, what if, where if. But I want to tell myself, my God does not need anything to create everything for His own glory. കഴിഞ്ഞ ചില മാസങ്ങളായി എൻ്റെ ബാലൻസ് ഷീറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ക്രമത്തിലാക്കാൻ ഞാൻ വല്ലാതെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, എന്റെ ദൈവത്തിന് എന്തെങ്കിലും ചെയ്യാൻ ഇതൊന്നും ആവശ്യമില്ല. Louder hallelujah I need. ഒരു ഉറക്കെ ഒരു ഹല്ലേലൂയ. Even if you don't believe, just say hallelujah because sitting here. വിശ്വസിച്ചില്ലേലും ഇതിനകത്ത് ഇരിക്കുന്നത് കൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞു. Jesus is the Son of God. യേശു ദൈവപുത്രനാണ്. Jesus is the heir of all things. സകലത്തിന്റെയും അവകാശിയാണ്. Jesus is the creator of the entire universe. മുഴു പ്രപഞ്ചത്തിന്റെയും സൃഷ്ടാവാണ്. And He didn't take 7 days to do all of this. He said it and it happened. ഈ എല്ലാം ഉണ്ടാക്കാൻ 7 ദിവസമൊന്നും അവന് വേണ്ടി വന്നില്ല. അവൻ കൽപ്പിച്ചു, സകലതും ഉളവായി. He said it and it happened. അവൻ കൽപ്പിച്ചു, അതങ്ങനെ ആയിത്തീർന്നു. He is the same yesterday, today and forever. He said it and if it happened, He will say it and it will happen again. അവൻ അന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായതുകൊണ്ട് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാകയാൽ ഇനിയും അവൻ പറയും, അത് ഉണ്ടാവുക തന്നെ ചെയ്യും. What's the next thing? How many things we said? 3, right? What's the next thing? അടുത്ത കാര്യം എന്താണ്? ദൈവത്തിന്റെ exactly, He is the radiance of His glory. അവൻ തേജസ്സിന്റെ പ്രഭ. We don't, as humans we don't understand this. മനുഷ്യരെന്ന നിലയ്ക്ക് നമുക്കത് മനസ്സിലാകത്തില്ല. We have seen a few people, that is why we think they are glorious physically or economically or status wise. They are glorious. Our glory is compared to what we have ever seen with our eyes. നമുക്കത് മനസ്സിലാകാത്തതിന്റെ കാരണം നമ്മൾ പലപ്പോഴും ആളുകളെ കാണുന്നത് പണത്തിൽ, സ്റ്റാറ്റസിൽ, പദവിയിലൊക്കെ ഉന്നതരായിരിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഗ്ലോറി ആയിട്ട് കാണുന്നത്. Exactly. And so if you see somebody with a better car, we think, oh, he is glorious. നമ്മുടെ കയ്യിലുള്ളതിനേക്കാൾ കുറെ കൂടെ മെച്ചപ്പെട്ട കാറിൽ ഒരാൾ വരുന്നത് കണ്ടാൽ നമ്മൾ പറയും മഹാത്മ്യം എന്ന് പറയും. But the truth is, when it comes to Jesus, He is not representing earthly glory, He is representing the heavenly glory. യേശുവിനെ സംബന്ധിച്ച് അവൻ ഭൗമിക മഹത്വത്തെ അല്ല പ്രതിനിധാനം ചെയ്യുന്നത്, അവൻ സ്വർഗീയ മഹത്വത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. He is the exact reflection of the glory that abounds in the Father. പിതാവിനുള്ള സകല മഹത്വത്തിന്റെയും യഥാർത്ഥ പ്രദർശനമാണ് ക്രിസ്തു. You will not understand this with your physical senses. You need the Holy Spirit to help you to unveil the beauty of His glory. നമ്മുടെ ബുദ്ധിക്ക് നമുക്കത് മനസ്സിലാകത്തില്ല. പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തി തരാതെ നമുക്കത് തിരിച്ചറിയാൻ പറ്റില്ല. God dwells in eternal glory. ദൈവം നിത്യ മഹത്വത്തിൽ വസിക്കുകയാണ്. And that glory has been exactly brought to us in Jesus, so that we can see, we can touch, we can feel and also live up to that glory. ആ മഹത്വം മുഴുവനും സമ്പൂർണമായി യേശുവിൽ ദേഹരൂപമായി വെളിപ്പെട്ടു. നമുക്ക് കാണേണ്ടവനും കേൾക്കേണ്ടവനും തൊടേണ്ടവനും അനുഭവിക്കേണ്ടവനും ആസ്വദിക്കേണ്ടവനും. Hallelujah. Amen. The glory. See, the glory of God is the essence of His nature.
ദൈവത്തിന്റെ മഹത്വമാണ് ദൈവപ്രകൃതത്തിന്റെ സത്ത. Okay, from this side. What is the next one? No more Cerelac. What is the next one? Hallelujah. Praise the Lord. Praise the Lord. Para. Exactly the exact image of his person. ദൈവത്തിന്റെ വ്യക്തിത്വത്തിന്റെ ശരിയായ പ്രദർശനമാണ്. How many have seen a government seal? Have you seen a seal? Anybody seen a seal? എത്ര പേര് സർക്കാരിന്റെ മുദ്ര കണ്ടിട്ടുണ്ട്? Or any department seal? Have you seen a seal? ഏതെങ്കിലും വകുപ്പിന്റെ മുദ്ര നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒന്നും കണ്ടിട്ടില്ലല്ലോ കർത്താവ്. കഷ്ടമാണ്. You have not seen a seal. നിങ്ങളൊരു സീല് പോലും കണ്ടിട്ടില്ല. പിന്നെയാണോ ഹല്ലേലൂയ പറയുന്നത്? Anybody seen a seal? സർക്കാരിന്റെ മുദ്ര കണ്ടിട്ടുള്ള എത്ര പേര്? Tell me, anybody seen a seal? ഒരു മുദ്ര എത്ര പേര് കണ്ടിട്ടുണ്ട്? What is this? The seal has an image, all right? And when it is put in ink and when it is put on paper, what is on the seal is transferred on paper. ആ മുദ്രയ്ക്കൊരു ചിത്രമുണ്ട്, ഒരു രൂപമുണ്ട്. ആ മുദ്രയെ മഷിയിൽ പുരട്ടി അത് ആ പേപ്പറിലേക്ക് അമർത്തുമ്പോൾ ആ മുദ്രയ്ക്കകത്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഈ പേപ്പറിൽ പതിയുകയാണ്. The writer is saying Jesus is the exact image of our God. എഴുത്തുകാരൻ പറയുകയാണ് യേശു പിതാവിന്റെ യഥാർത്ഥ മുദ്രയാണ്. You are thinking, what does that have to do with my healing or my finances or my spirituality? I'm here to hear message. Please continue with the message. I don't know, what does the seal mean? You have to understand, the one who is providing you the healing, the one who is able to forgive your sins, the one who is able to give you eternal life is the exact replica of the Heavenly Father. The more you know God, the more you worship Him. The more you worship Him, the more you know Him. The more you know Him, He does wonders for you again and again. നിനക്ക് സൗഖ്യം തരുന്നവൻ, നിനക്ക് വിടുതൽ തരുന്നവൻ, നിനക്ക് അനുഗ്രഹം തരുന്നവൻ ആരെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വർഗീയ പിതാവിന്റെ സകല മഹത്വത്തിന്റെയും യഥാർത്ഥ അടയാളമാണ്, യഥാർത്ഥ പ്രദർശനമാണ് ആ കർത്താവ്. ആ കർത്താവിനെയാണ് നിങ്ങൾ സ്തുതിക്കുന്നത്. Unless you're radically, totally convinced that this is God, there is no one else. I don't have plan B. I don't have option B. I know my Jesus. When you do that, then you will stick with Him all the days of your life, in thick and in thin, in good weather and bad weather, when there is money or no money. പണം ഉണ്ടെങ്കിലും പണമില്ലെങ്കിലും, കാലാവസ്ഥ നല്ലതാണെങ്കിലും ഇല്ലെങ്കിലും, ജീവിതം നന്നായി പോകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, ആ ദൈവത്തെ വാസ്തവമായി നിങ്ങൾ അടുത്തറിയുമ്പോൾ ജീവിതകാലം മുഴുവനും അവനുമായി മാത്രം പറ്റിച്ചേർന്ന് ജീവിപ്പാൻ നിങ്ങളെ ആ അറിവാണ് പ്രേരിപ്പിക്കുന്നത്. Okay, say hallelujah. Hallelujah. What is the next one? From this side, from the back. What is the next one? ഈ സൈഡിൽ അവസാനത്തെ നിരയിൽ നിന്ന്. Okay, from the back. Yes. What is the next one about Jesus? അടുത്തത് എന്താണ് യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? He upholds all things by the word of His power. സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്നവൻ. I think the writer of this book and the writer of Colossians were friends, probably, because you also find something similar in Colossians chapter 1. ഞാൻ വിചാരിക്കുന്നു എബ്രായ ലേഖനകർത്താവും എഫേസ്യ ലേഖനകർത്താവും സുഹൃത്തുക്കളായിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞ പല വെളിപ്പാടുകളും എബ്രായ ലേഖനകർത്താവ് ആവർത്തിച്ചിട്ടുണ്ട്. All right, so upholding everything. അദ്ദേഹം പറയുകയാണ് സകലത്തെയും വഹിക്കുന്നവൻ. So not just creating and running away. എന്തൊക്കെ സൃഷ്ടിച്ചു വെച്ചിട്ട് അവിടെ നിന്ന് ഓടിക്കളയുകയല്ല. Now you do it. I don't know. I created. Now it is your business. No. He creates it at the same time. He upholds what He created. He is not just a creator. He is an upholder of His creation. He is your upholder in spite of every challenge in your life. അവൻ സൃഷ്ടിച്ചു വെച്ചിട്ട് ഇനി അത് എങ്ങനെയെങ്കിലും നടന്നു പൊക്കോട്ടെ, എന്റെ പണി കഴിഞ്ഞെന്ന് ഓടിപ്പോകുന്നവനല്ല. അവൻ സൃഷ്ടിച്ചതിനെ തന്റെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്നവനാണ്. നിങ്ങളുടെയും സൃഷ്ടികർത്താവാണ്, നിങ്ങളെയും കരങ്ങളിൽ വഹിച്ച് നടത്തുന്നവനാണ് അവൻ. How many want to tell yourself, I am being upheld by the power of His glory? I am being upheld by the word of His power. Jesus is upholding me tonight. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വാസത്തോടെ പറയുവാൻ കഴിയും, അവന്റെ ശക്തിയാൽ ഞാൻ വഹിക്കപ്പെടുകയാണ്, അവന്റെ ശക്തിയുള്ള വചനത്താൽ ഞാൻ വഹിക്കപ്പെടുകയാണ്, യേശു എന്നെ ചുമക്കുന്നവനാണ്. It is not my money, it is not my pension, it is not my house, it is not my
children, it is not my parents, it is Jesus who is upholding me every day of my life. ഓ എന്റെ പണമോ പെൻഷനോ എന്റെ അപ്പനോ അമ്മയോ കുഞ്ഞുങ്ങളോ അല്ലോ, യേശുവാണ് എന്നെ ഓരോ നിമിഷവും കരങ്ങളിൽ ചുമക്കുന്നത്. Jesus upholding me. യേശു എന്നെ വഹിക്കുകയാണ്. Not just Jesus upholding me, Jesus upholding India. എന്നെ മാത്രമല്ല യേശു uphold ചെയ്യുന്നത്, മുഴു ഭാരതത്തെയും യേശു Jesus upholding the globe. ആ ഭൂഗോളത്തെ കർത്താവ് Jesus upholding the entire creation. മുഴു സൃഷ്ടിയെയും യേശു വഹിക്കുകയാണ്. Hallelujah. Shout louder, hallelujah. ഉച്ചത്തിൽ hallelujah. So how many? Help me, I forget very easily. Number 1, what is the first one? Jesus is Son of God. Number 2, Jesus is യേശു heir of all things. Number 3, Jesus is creator of all things. Number 4, Jesus is express image, radiance of his glory. Number 5, Jesus is, and then the next one, Jesus is, amen. Then the next one. രണ്ടാമത്തെ അടുത്തത് അടുത്തെന്തുവാ? ഈ side, from this side. Yes. What is the next one? Purifier of our sins. He washed us with his very own blood. അവൻ നമ്മുടെ പാപങ്ങളെ കഴുകി വിശുദ്ധീകരിക്കുന്നവനാണ്. അവൻ നമ്മെ നിർമ്മലമാക്കുന്നവനാണ്. Can you imagine the predicament here? He is the creator, he is the sustainer, he is the heir. Now he has to die also to take care of his people. He is the one who removes the sins of his people so that they can still be his own. നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ട് കർത്താവ് ഇവിടെ ചെയ്യുന്ന പ്രവൃത്തികളുടെ ആഴത്തെ കുറിച്ച്. അവൻ സകലത്തെയും സൃഷ്ടിക്കുന്നവനാണ്, സകലത്തെയും കരുതുന്നവനാണ്, സകലത്തെയും വഹിക്കുന്നവനാണ്. ഒടുവിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചു തന്റെ രക്തം ചിന്തി നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ വിശുദ്ധീകരിച്ച് അവന്റെ മക്കളായി അവനോട് കൂടെ ചേർത്ത് നിർത്തുന്നവനാണ്. Hallelujah. Hallelujah. There is another beautiful expression written by this author, the writer of Hebrews. ഈ എബ്രായ ലേഖനത്തിന്റെ ഗ്രന്ഥകാരൻ ഒരു മനോഹരമായ കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. We lost our precious tool from here. ഇവിടെ സ്റ്റൂള് നമുക്ക് നഷ്ടപ്പെട്ടു. All right, so we find Jesus has washed us through his own blood, നമ്മെ തന്റെ സ്വന്തം രക്തത്താൽ കഴുകി. and then the writer says he climbed up and then he sat down. അവൻ ഉയരത്തിലേക്ക് കയറിപ്പോയി മഹിമയുടെ വലത്തു ഭാഗത്തിരുന്നു. Sitting down means the work is over. ഇരിക്കുക എന്ന് പറഞ്ഞാൽ പണി തീർന്നെന്ന അർത്ഥം. Sitting down means it is taken care of. ഇരിക്കുക എന്ന് പറഞ്ഞാൽ കാര്യങ്ങളെല്ലാം My Jesus is not standing and still looking at sinners and still looking at the church. Oh my, what do I do now? What happens next? No, he's done it once and for all and is seated at the right hand of the Father. അവന്റെ അർത്ഥം യേശു ഇപ്പോഴും പാപികളെന്ന് അയ്യോ ഇയാൾ ഇങ്ങനെ രക്ഷപ്പെടും, ഇങ്ങർക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്യണമെന്ന് തെരഞ്ഞുകൊണ്ടിരിക്കും അല്ല, അവൻ പണി നിവർത്തിയാക്കിയിട്ട് സ്വസ്ഥനായിരിക്കുകയാണ്. But from time to time he will stand up. When Stephanus was being persecuted and murdered, when he came up, Jesus stood up, it says, to receive him into his eternal rest. എന്നാൽ സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ യേശു എഴുന്നേൽക്കാറുണ്ട്. സ്തെഫാനോസ് കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമ്പോൾ അവനെ സ്വീകരിപ്പാൻ സ്വർഗത്തിൽ പിതാവിന്റെ വലതു ഭാഗത്ത് അവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്. The question is, will he stand up for you? ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് വേണ്ടി അവൻ എഴുന്നേൽക്കുമോ? He has done everything and is seated at the right hand of the Father. അവൻ കാര്യങ്ങളെ നിവർത്തിച്ച പിതാവിന്റെ വലതു ഭാഗത്ത് അവൻ ഇരുന്നു. Jesus is the Son of God. യേശു ദൈവപുത്രനാണ്. Jesus is the creator of all things. അവൻ സകലത്തിന്റെയും സൃഷ്ടികർത്താവാണ്. Jesus is the sustainer of all things. യേശു സകലത്തെയും പരിപാലിക്കുന്നവനാണ്. Radiance of the Father's glory. പിതാവിന്റെ മഹത്വത്തിന്റെ He is പ്രദർശനമാണ്. the seal, the express image of the Father. അവൻ പിതാവിന്റെ തത്വത്തിന്റെ മുദ്രയാണ്. He has washed us through the precious blood, his own blood. വിലയേറിയ സ്വന്തം രക്തത്താൽ അവൻ നമ്മെ And കഴുകി. is seated at the right hand of the Father. പിതാവിന്റെ വലതു ഭാഗത്ത് അവൻ ഇരുന്നു. And then the writer describes beautifully, that is why he has been given a better name even than of the angels. അതിനുശേഷം ഗ്രന്ഥകാരൻ മനോഹരമായി പ്രതിപാദിക്കുകയാണ്, അതുകൊണ്ട് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ ഒരു നാമം അവന് നൽകപ്പെട്ടു. I will tell you a mystery here. ഇവിടെ ഒരു മർമ്മം ഞാൻ നിങ്ങളോട് The പറയാം. Jewish people were how do you call it? They were fans of signs and wonders, all right? യഹൂദന്മാര് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും ആരാധകരായിരുന്നു. Just like India. ഇന്ത്യയെ പോലെ. In Hindi we say chamatkar ko namaskar.
ഇന്ത്യയിൽ പറയും ചമത്കാർക്കോ നമസ്കാരം. Yes, that means where there is a greater miracle, I'm ready and standing in the line. എവിടെയാണോ വലിയ അത്ഭുതം നടക്കുന്നത് അവിടെ വരിയിൽ നിൽക്കാൻ ഞാൻ I will തയ്യാറാണ്. forget everything I was taught and given, because if I've seen another miracle, I'll follow that നമ്മൾ person. പഠിപ്പിച്ചതും തന്നതും കൊടുത്തതും എല്ലാം മറക്കും. അതിനേക്കാൾ വലിയൊരു അത്ഭുതം കണ്ടാൽ അവിടെ പോയി അവർ നിൽക്കും. And so that was the Jewish community also. അത് തന്നെയാണ് ജൂയിഷ് കമ്മ്യൂണിറ്റിയും They ചെയ്തത്. had rabbi after rabbi after rabbi, and Jesus for them was another rabbi who was performing miracles like the other rabbis. അവർക്ക് ധാരാളം റബ്ബിമാരുണ്ടായിരുന്നു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ഒത്തിരി റബ്ബിമാരുണ്ടായിരുന്നു. അതിലൊരു റബ്ബിയായിട്ട് അവർ യേശുവിനെ കണ്ടു, അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ ആസ്വദിച്ചു. And so the crowds followed to see the miracle. അത്ഭുതങ്ങളെ കാണാൻ യേശുവിനെ ആളുകൾ പിന്തുടരാൻ തുടങ്ങി. Today's language, they were trying to get a selfie with Jesus and a live recording of the miracles that were happening. ഇപ്പോഴത്തെ ഭാഷയെ മനസ്സ് പറയാണ് യേശുവിൽ നിന്ന് ഒരു സെൽഫി എടുക്കാനും അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ എടുത്തുന്ന വീഡിയോ ലൈവ് ഇടാനൊക്കെയാണ് അവർ പരിശ്രമിച്ചത്. They were not after life transformation. They were like going after double roti and curry to eat the next day. അവർ ജീവിത രൂപാന്തരത്തിനായിട്ടല്ല യേശുവിന്റെ പിന്നാലെ പോയത്, തിന്നാൻ വല്ലതും And കിട്ടുമെന്ന്. so they had the angelic beings were very big for the Jewish community. യഹൂദ സമൂഹത്തെ സംബന്ധിച്ച് ആ ദൂത സഞ്ചയങ്ങൾ വളരെ വലിയവരായിരുന്നു. They believed in angels. We also believe in angels. അവർ ദൂതന്മാരിൽ വിശ്വസിച്ചു. They also believed in the ministry of angels. അവര് ദൂതന്മാരുടെ ശുശ്രൂഷയിൽ വിശ്വസിച്ചു, നമ്മളും വിശ്വസിക്കുന്നു. But they did not think Jesus was greater. They always thought the angels were greater than Jesus. എന്നാൽ യേശു വലിയവനാണെന്ന് അവർ ചിന്തിച്ചില്ല. യേശുവിനേക്കാൾ ദൂതന്മാർ വലിയവനെന്ന് അവർ ചിന്തിച്ചത്. Let me help you to understand. I will give you another word for angels: signs and wonders. മറ്റൊരു വാക്ക് ഞാൻ പറയാം, അടയാളങ്ങളും അത്ഭുതങ്ങളും. I'm going to disappoint you again. I'm going to disappoint you again. നിങ്ങളെ വീണ്ടും നിരാശപ്പെടുത്തുകയാ. Jesus is bigger than any sign and wonder that you can seek. നിങ്ങൾക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്ന ഏതൊരു അടയാളത്തെക്കാളും അത്ഭുതത്തെക്കാളും യേശു വലിയവനാ. My Jesus can do any miracle. എന്റെ യേശുവിന് ഏത് അത്ഭുതവും ചെയ്യാം. My Jesus will do any miracle. ഏത് അത്ഭുതവും അവൻ ചെയ്യും. He will create everything from nothing. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും അവൻ സൃഷ്ടിക്കും. But the fact remains, he is far above any kind of signs and wonders. എന്നാൽ സത്യം എന്താണെന്നറിയാമോ, ഏത് തരത്തിലുള്ള അത്ഭുതത്തിനും ഒരുപാട് അപ്പുറത്താണ് യേശു. That is why I have to follow him, not for my signs and wonders and miracles and answers to prayers. I have to follow him because he is the Son of God. He is the Son. അതുകൊണ്ടാണ് എനിക്ക് വരേണ്ടിയ സകല അത്ഭുത അടയാളങ്ങളെക്കാളും വീര്യപ്രവർത്തികളെക്കാളും യേശു ദൈവപുത്രനായതുകൊണ്ട് ഞാൻ അവനെ അനുഗമിക്കേണ്ടി വരുന്നത്. You need a long journey with Jesus to understand this. അത് അറിയാൻ യേശുവുമായിട്ട് ദീർഘദൂരം നിങ്ങൾ യാത്ര ചെയ്യണം. Because we get discouraged when we don't get answers to prayers. പലപ്പോഴും പ്രാർത്ഥനയുടെ മറുപടി ലഭിക്കാതാകുമ്പോൾ നമ്മൾ നിരാശപ്പെട്ടു Pastor, ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ നടന്നില്ലെന്നേ. Pastor, I have prayed a lot but didn't happen. ഞാൻ ഇനി പ്രാർത്ഥിക്കാൻ പോകത്തില്ല. ഞാൻ പോയിട്ട് ഒന്നും ഒത്തില്ല. I don't need to pray anymore. I am stopping my prayer. This is the kind of language we have in our churches. ഇതാണ് നമ്മുടെ സഭകളിൽ Or പലപ്പോഴും we see in certain case we think that pastor will pray. Let's call him so that he can pray. അങ്ങനെ വരുമ്പോൾ അവർ പറയും, ഇന്നടത്തൊരു പാസ്റ്റർ ഉണ്ട്, ആ പാസ്റ്റർ പ്രാർത്ഥിച്ച ഉടനെ നടക്കും. We have also outsourced praying and fasting to other people. നമുക്കതുപോലെ തന്നെ പുറത്തുനിന്ന് പ്രാർത്ഥനയും ഉപവാസം നൽകി നമ്മളെ സഹായിക്കാനുള്ള സ്ഥലങ്ങൾ നമുക്കുണ്ട്. But we don't have the guts to admit I prayed and it did not happen. It was not my lack of faith, but it was the will of God. That is why it did not happen. We have to understand signs and wonders will happen, but even if they don't happen, Jesus is still on the throne. പക്ഷെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാത്തതിന്റെ കാരണം എൻ്റെ വിശ്വാസത്തിന്റെ കുറവാണെന്ന് നമ്മൾ സമ്മതിക്കത്തുമില്ല. എന്നാൽ എൻ്റെ മറുപടി ലഭിച്ചാലും ഇല്ലെങ്കിലും യേശു അതിനേക്കാൾ വലിയവനാണ് എന്ന് തിരിച്ചറിയാനും നമുക്ക് കഴിയുന്നില്ല. Google Henry Martin. ഹെൻറി മാർട്ടിൻ. You should Google that name. നിങ്ങൾ അദ്ദേഹത്തിന്റെ പേരൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. ഹെൻറി He മാർട്ടിൻ. was from a wealthy family in the US and God called him to reach out to the Muslims. യുഎസിൽ നിന്നൊരു വലിയ അതിസമ്പന്നമായ ഫാമിലിയിൽ നിന്ന് മുസ്ലിം കുടുംബങ്ങൾക്ക് നേരെ സുവിശേഷമായിട്ട് പോകാൻ ദൈവം അദ്ദേഹത്തെ വിളിച്ചു. And he forsook everything and came out for ministry. അദ്ദേഹം സകലതും വിട്ടിട്ട് ശുശ്രൂഷയിലേക്ക് വന്നു. And he was coming towards India. അദ്ദേഹം ഇന്ത്യയിലേക്ക് വരികയാണ്. I don't have the exact history. I didn't do my homework before this, but apparently he died very young, and apparently he died without doing much work. അദ്ദേഹത്തിന്റെ യഥാർത്ഥ വലിയ ഹിസ്റ്ററി വിശാലമായിട്ട് എനിക്ക് അറിയില്ല, ഞാനത് ശ്രദ്ധിച്ചില്ല. എന്നാൽ
വളരെ പെട്ടെന്ന് തൻ്റെ യൗവനത്തിൽ തന്നെ ശുശ്രൂഷയിൽ ഒത്തിരി കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പേ അദ്ദേഹം മരണപ്പെട്ടു. A promising young man renounced his career, renounced his fortune, but died very quickly. ഒരു യൗവനക്കാരൻ, വാക്തത്വം എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു യൗവനക്കാരൻ, തൻ്റെ ശുശ്രൂഷ, തൻ്റെ ജോലി, സമ്പത്തെല്ലാം വിട്ടിട്ട് വന്നവൻ പെട്ടെന്ന് മരണപ്പെട്ടു. According to human standards, it was a total failure project. മനുഷ്യന്റെ തീരുമാനവും ചിന്തയും അനുസരിച്ച് അതൊരു പൂർണ്ണ പരാജയമാണ്. God called him. God should have healed him. God should have sent him to the nations so that many millions could have been saved. ദൈവം അദ്ദേഹത്തെ വിളിച്ചു. ദൈവം അദ്ദേഹത്തെ സൗഖ്യമാക്കേണ്ടതായിരുന്നു. അനേകം രാജ്യങ്ങളിലേക്ക് ദൈവം അയക്കേണ്ടതായിരുന്നു. അതിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ സന്ദർശിക്കപ്പെടുമായിരുന്നു. പക്ഷെ അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ മരിച്ചു. Is God unfair? You can say no, but think about it one more time. Is God unfair? ദൈവം അനീതിയുള്ളവനാണോ? നിങ്ങൾ പിന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. I don't want a yes or no answer from you, but I'm just helping you to process. Sometimes we think God is unfair, but even in the unfairness there is a fairness from God, because he is on the throne and he does what he pleases. നിങ്ങളിൽ നിന്ന് അതേ എന്നോ അല്ല എന്നുള്ളൊരു ഉത്തരം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ അത് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറയുന്നത്. ഇത് അനീതിയാണോ അല്ലയോ എന്നുള്ളതല്ല. ദൈവം ചെയ്യുന്ന, നമുക്ക് അനീതി എന്ന് തോന്നുന്നതിനകത്തും ദൈവത്തിന്റെ ഒരു നീതി വെളിപ്പെടുന്നുണ്ട്. കാരണം ദൈവം അപ്പോഴും കൃപാസനത്തിൽ ഇരിക്കുകയാണ്. Number one, what is Jesus is? Loudly, Jesus is. Number 2, Jesus is. Number 3, Jesus is. Number 4, Jesus is. Number 5, Jesus is. Number 6, Jesus is. Hold everything. Number 7, Jesus is. Wash the blood on. Number 8, Jesus is above every angel or angelic activity. That is what the writer is telling. This is Jesus who has a better name. That is why you cannot go back, you cannot fall back. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, യേശു ഇതുകൊണ്ട് ഏറ്റവും ഉത്തമമായ നാമം പ്രാപിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് പുറകോട്ട് പോകാൻ പറ്റില്ല. Ephesians 1:21 also talks about this. എഫേസർ 1:21 ഇത് തന്നെ പറയും. And it says, under that name every kind of principality and power and might and dominion, every name that is named, not only in this age but also in that age to come, is bowing down to that name. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനുള്ളതിനും വിളിക്കപ്പെടുന്ന സകലത്തിനും അത്യന്തം മീതെ ഇരുത്തുകയും സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ചു, അവനെ സർവത്തിന് മീതെ തലയാക്കി. Well, we are talking about the betterness of our faith and the betterness of our Jesus, our priest. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ വിശ്വാസത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും നാം പ്രസംഗിക്കുന്ന നമ്മുടെ പുരോഹിതനായ യേശുവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചും. Now turn with me to chapter 7, Hebrews 7 verse 7. It talks about we have a better priesthood in Jesus or through Jesus. 7-ാം അധ്യായത്തിലേക്ക് എന്നോട് കൂടെ വന്നാട്ടെ. 7-ാം അധ്യായം 7-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് സംസാരിക്കുന്നത്, അവനൊരു ശ്രേഷ്ഠ പൗരോഹിത്യമുണ്ട്. In chapter 7 we talk about Melchizedek. I don't want to go there, but Jesus lives forever and ever. Every high priest was alive for a certain period, but my high priest lives forever and ever to make intercession for അവിടെ me. മൽക്കീസേദെക്കിനെ കുറിച്ച് പറയുന്നത് നമ്മുടെ വിഷയം അതല്ല. അതിൽ ഇങ്ങനെ പറയുകയാണ്, മറ്റനേകം പുരോഹിതന്മാർ മരണം കൊണ്ട് താൽക്കാലികമായി നീങ്ങിപ്പോയപ്പോൾ നമുക്കുള്ള പുരോഹിതൻ എന്നേക്കും ജീവിക്കുന്നവനായതുകൊണ്ട് നിത്യ പൗരോഹിത്യമുള്ളവനാണ്. The old high priest knew something, did something they had to offer for themselves first, but this high priest has offered up himself and now he has taken care of me and he lives forever and ever to make intercession for me. മറ്റെല്ലാ പുരോഹിതന്മാർക്കും വഴിപാട് അർപ്പിക്കാൻ ഒരാടോ മറ്റെന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ ഈ പുരോഹിതൻ മറ്റൊന്നും വേണ്ട, അവന്റെ സ്വന്തം രക്തം യാഗമായി അർപ്പിച്ച് എനിക്ക് വേണ്ടി ശ്രേഷ്ഠമായ ഒരു പദവി അവൻ ഒരുക്കിയെടുത്തു. I told you yesterday, Jesus is king, Jesus is priest and Jesus is prophet, all three in one together. ഞാൻ ഇന്നലെ രാത്രി നിങ്ങളോട് പറഞ്ഞു, യേശു രാജാവാണ്, യേശു പ്രവാചകനാണ്, യേശു പുരോഹിതനാണ്. Say this with me, Jesus is my king. എന്നോട് ചേർന്ന് പറഞ്ഞു, യേശു എൻ്റെ രാജാവാണ്, Jesus is my prophet, യേശു എൻ്റെ പ്രവാചകനാണ്, and Jesus is my high priest. യേശു എൻ്റെ മഹാപുരോഹിതനാണ്. Do you really believe this? Say hallelujah. വിശ്വസിക്കുന്നെങ്കിൽ hallelujah. So this priesthood itself
is better than the older system that was there in the Old Testament. അതേ പഴയ നിയമത്തിലുള്ള പഴയ സംവിധാനത്തിലുള്ള പുരോഹിതന്മാരെക്കാൾ പൗരോഹിത്യങ്ങളെക്കാൾ യേശുവിന്റെ പൗരോഹിത്യം ശ്രേഷ്ഠമായ പൗരോഹിത്യമാണ്. And we will get some more words about this priesthood later, but let me jump to 7:19. We find we have better hope in Jesus and through Jesus. മറ്റു ചില വാക്കുകൾ നമുക്കുണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. 7:19 പോയാട്ടെ. അവിടെ ഏറെ നല്ല പ്രത്യാശ, ഒരു മെച്ചപ്പെട്ട പ്രത്യാശ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. In 1 Peter we read this hope is a living hope that we have. ഇതിനെക്കുറിച്ച് ബൈബിളിൽ പറയുന്നത് ഒരു ജീവനുള്ള പ്രത്യാശ. Another passage talks about this is an eternal hope that we have. മറ്റൊരു പാസേജ് പറയുന്നു അത് നിത്യമായ പ്രത്യാശയാണ്. Another passage in Hebrews says this is a hope that goes inside the Holy of Holies and acts like an anchor for our souls. വിശുദ്ധ മന്ദിര അതിവിശുദ്ധ മന്ദിരത്തിനകത്തേക്ക് പ്രവേശിക്കുന്നതും നമ്മുടെ വിശ്വാസത്തിന്റെ നങ്കൂരവുമായ പ്രത്യാശ എന്നാണ് പറയുന്നത്. And the job of an anchor is to hold the ship in times of storm. Jesus is my anchor in times of storms that come in my life. ഒരു നങ്കൂരത്തിന്റെ പ്രവൃത്തി എന്താണ്? കൊടുങ്കാറ്റിന്റെയും തിരമാലകളുടെയും ഇടയിൽ കപ്പലിനെ ഉലയാതെ പിടിച്ചു നിർത്തുക എന്നതാണ്. എന്റെ യേശു എന്റെ വിശ്വാസത്തിന്റെ പോരുകൾക്കിടയിൽ എന്നെ ഉലയാതെ പിടിച്ചു നിർത്തുന്ന വിശ്വാസത്തിന്റെ നങ്കൂരമാണ്. And this hope is not earthly, this hope is heavenly. That is my whatever may happen on earth, my hope is in Christ Jesus. And because my hope is in Jesus, it is a better hope than money or family or people or fame can give to me. മാത്രമല്ല ഇത് ഭൗതികമായ ഒരു പ്രത്യാശയല്ല, ഇത് സ്വർഗീയമായ ഒരു പ്രത്യാശയാകയാൽ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കുടുംബത്തിലോ ശുശ്രൂഷയിലോ എന്തിലെ ബിസിനസ്സിലോ എവിടെ എന്ത് സംഭവിച്ചാലും ഈ പ്രത്യാശ എന്നെ എപ്പോഴും ഉറപ്പോടെ പിടിച്ചു നിർത്തുന്ന ശ്രേഷ്ഠമായ ഒരു പ്രത്യാശയാണ്. And what is this hope? I always ask myself, what is this hope? ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, എന്താണ് ഈ പ്രത്യാശ? What is this hope? I will also ask you this evening. നിങ്ങളോട് ചോദിക്കുക, എന്താണ് ഈ പ്രത്യാശ? We talk about faith, hope and love. What is this hope in the Christian faith? What is നമ്മൾ this hope? പലപ്പോഴും വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നിവയെ കുറിച്ച് Let me help സംസാരിക്കാറുണ്ട്. you. The എന്താണ് hope, പ്രത്യാശ? the hope is this, that we will pass through this earth and one day we will stand before our Savior and we will see Him face to face and we will become like He is. This is our eternal hope. നമ്മുടെ നിത്യമായ പ്രത്യാശ എന്താണ്? നമ്മൾ ഈ വിശ്വാസ യാത്രയിൽ ഒരു ദിവസം അവന്റെ മുമ്പിൽ എത്തുകയും അവന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ ഇരിക്കുന്നത് പോലെ നാം അവനെ കാണുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ. In this world you may have sorrows, but fear not, I have overcome the world, Jesus said. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഉപദ്രവങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്, പക്ഷേ നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാനോ ലോകത്തെ ജയിച്ചിരിക്കുന്നു. In 7:22 we find the other better word. 7:22 മറ്റൊരു ശ്രേഷ്ഠമായ We വാക്ക് have a better covenant. We have a better. വിശേഷതയേറിയ ഒരു നിയമം നമുക്കുണ്ട്. What is a covenant? എന്താണ് നിയമം? ഉടമ്പടി. Covenant is not an agreement. നിയമം എന്ന് പറയുന്നത് ഒരു കരാറല്ല. So I'm a builder, imagine, and you want to build a house. We make an agreement with one another. ഞാനൊരു കെട്ടിട നിർമ്മാണകനാണെങ്കിൽ നിങ്ങൾ ഒരു കെട്ടിടം പണിയണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ നമുക്ക് തമ്മിൽ ഒരു കരാറുണ്ട്. So I tell you, you give me 2,500 rupees and I will build a house for you like this, in this fashion. അപ്പോൾ ഞാൻ അത് എഗ്രിമെന്റിൽ പറയും, നിങ്ങൾ 2,500 രൂപ വീതം തന്നാൽ ഞാൻ ഇന്ന അളവിൽ ഇന്ന രീതിയിൽ ഒരു വീട് നിങ്ങൾക്ക് പണിതു തരും. And we make an agreement. നമ്മളൊരു കരാർ ഉണ്ടാക്കുക. And the agreement says, if you don't pay the money, I will not build the house. ആ കരാർ പറയും, പണം നീ തരുന്നില്ലെങ്കിൽ ഞാൻ വീട് പണിയത്തില്ല. And I tell, if you don't build the house, we will not give the money. അദ്ദേഹം എന്നോട് പറയും, നീ കറക്റ്റ് ആയിട്ട് പണിയുന്നില്ലെങ്കിൽ ഞാൻ പിന്നെ പണം തരത്തില്ല. And both of us agree and we sign. രണ്ടുപേരും തമ്മിൽ അതിലൊരു എഗ്രിമെന്റ്, സമന്വയം വന്നിട്ട് So both are equally responsible for the project to be launched. അപ്പൊ ഈ രണ്ടുപേരും ഈ പദ്ധതി നടപ്പിലാക്കാൻ ഒരുപോലെ ഉത്തരവാദിത്തമുള്ളവരാണ്. പറഞ്ഞാട്ടെ, മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാട്ടെ, മനസ്സിലാകുന്നില്ലെന്ന് പറഞ്ഞാട്ടെ, ഇടയ്ക്കും ഇച്ചിരി പേരുണ്ട്. All right, so this is agreement, right? ഇതിനെ കരാർ എന്ന് പറയുന്നത് ശരിയല്ലേ? I pay, you build. ഞാൻ അങ്ങോട്ട് പണം തരും, നീ പണിയണം. You build, I pay. ഞാൻ പണിയും, നീ പണം തരും. But if you don't build, I will not pay. നീ പണിയുന്നില്ലെങ്കിൽ ഞാൻ പണം തരത്തില്ല. And if you don't pay, I will not build. നീ പണം തരുന്നില്ലെങ്കിൽ ഞാൻ പണിയത്തില്ല. In the agreement, both parties are equal. കരാർ രണ്ടുപേർക്കും ഒരുപോലെയാണ്. But covenant is different. എന്നാൽ ഉടമ്പടി അല്ലെങ്കിൽ നിയമം വ്യത്യസ്തമാണ്. This is something the Lord revealed to me. Let me help you to understand. എനിക്ക് കർത്താവ് വെളിപ്പെടുത്തിയതാണ്, ഞാൻ നിങ്ങളെ സഹായിക്കാം. So there are two parties in the covenant also.
നിയമത്തിലും രണ്ട് പാർട്ടികളുണ്ട്. On one side I am there, on the other side God is there. ഒരു ഭാഗത്ത് ഞാനാണ്, മറ്റേ ഭാഗത്ത് ദൈവമാണ്. Who are the two parties? ആരൊക്കെയാണ് രണ്ട് പാർട്ടികൾ? ഒന്നുകൂടെ പറഞ്ഞോ. ഒന്നുകൂടെ പറഞ്ഞേ. ദൈവവും ഞാനും. ഒന്നുകൂടെ പറ please. ദൈവവും ഞാനും. All right, so there are two parties in this also. രണ്ട് ആൾക്കാർ കക്ഷികളുണ്ട്. And now the thing is, if you do this I will bless you. നീ ഇത് ഇങ്ങനെ ചെയ്യുമെങ്കിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. And I think, okay, that looks astounding. Before I sign, God comes up on this side and tells me, I will help you to fulfill this condition. ഞാൻ ആ നിയമത്തിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പ് കർത്താവ് എന്റെ വശത്തോട് വന്നിട്ട് പറയുകയാണ്, ഇത് ചെയ്യാൻ ഞാൻ നിന്നെ സഹായിക്കും. I expect you to do it. നീ ഇത് ചെയ്യണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാ. But wait a minute, I will help you to do it. പക്ഷേ നീ അത് ചെയ്യാൻ ഞാൻ നിന്നെ സഹായിക്കും. Basically, in the covenant, God is on both sides of the covenant. അടിസ്ഥാനപരമായി നിയമത്തിനകത്ത് ദൈവമാ രണ്ടു വശത്തും നിൽക്കുന്നത്. So he is batting, he is throwing the ball from this side and then he's standing on this side to help you to play that ball also. ഇങ്ങേ വശത്ത് നിന്ന് അദ്ദേഹം ബൗൾ ചെയ്യുകയും അങ്ങേ വശത്ത് ഓടിച്ചെന്ന് ബാറ്റ് ചെയ്യുകയും ചെയ്യുക. This is covenant for you. ഇതാണ് നിനക്കുള്ള നിയമം. Both sides God is there to help. രണ്ട് വശത്തും ദൈവമുണ്ട്. He demands holiness from you. അവൻ നിന്നിൽ നിന്ന് വിശുദ്ധിയെ പ്രതീക്ഷിക്കുന്നു. But then he says, I will send my spirit to you so that you will not sin. എന്നാൽ കർത്താവ് പറയുകയാണ്, നീ പാപം ചെയ്യാതിരിക്കേണ്ടവന് എന്റെ ആത്മാവിനെ ഞാൻ നിനക്ക് തരികയാണ്. He demands something from you, but he is always enabling you to do it. എന്തൊക്കെയോ നിന്നിൽ നിന്ന് അവൻ പ്രതീക്ഷിക്കുന്നു, പക്ഷേ അതിനൊക്കെ അവൻ നിന്നെ സഹായിക്കുകയും ചെയ്യുകയാണ്. This is the better covenant that we have in God. ഇതാണ് നമുക്ക് ലഭിച്ച വിശേഷതയേറിയ നിയമം. That is why we can boldly say, if my God is for me, who can be against me? അതുകൊണ്ടാണ് ധൈര്യത്തോടെ നമുക്ക് പറയാൻ കഴിയുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്. Can you handle this covenant? ഈ നിയമത്തെ കൈകാര്യം ചെയ്യാൻ പറ്റുമോ നമുക്ക്? And even in this Jesus says, I give you a new covenant in my blood. എന്നിട്ടും കർത്താവ് പറയണ്ട, നിയമത്തിന്റെ പുതിയ നിയമത്തിന്റെ രക്തം ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. And then almost as if he assumes and knows everything, Jesus says, I know your heart is going to be like stone, you are going to be cold, you are going to be disinterested, you are going to be not so active. That is why I will give you a heart of flesh, and I will remove the heart of stone, and I will give you a new heart so that it will respond to my signals, it will respond to my waves, and when you respond, this covenant will be activated and fulfilled in your life. യേശു എല്ലാം അറിയുന്നവനായതുകൊണ്ട് നീ നാളെ പരാജയപ്പെടുമെന്നും പുറകോട്ട് പോകുമെന്നും നിന്റെ തീഷ്ണത തണുത്തു പോകുമെന്നും നീ വിശ്വാസത്തിൽ നിന്ന് തളരുമെന്നൊക്കെ അറിയാം. എന്നിട്ടും യേശു പറയുകയാണ്, ഞാൻ നിന്നെ എന്റെ ആത്മാവ് കൊണ്ട് നിന്നെ ഞാൻ സഹായിക്കും, നിന്നെ ഞാൻ ബലപ്പെടുത്തും. That is why the church can discard you, the community can throw you, but Jesus will still love you because he's a God of the covenant. അതുകൊണ്ട് സഭ നിന്നെ പുറത്താക്കിയാലും സമൂഹം നിന്നെ ഒതുക്കിയാലും യേശു നിന്നെ കൈവിടുകയില്ല. He is the God of the better covenant. അവൻ വിശേഷതയേറിയ നിയമത്തിന്റെ ദൈവമാണ്. He demands, but he also enables me to fulfill that demand. അവൻ ആവശ്യപ്പെടുന്നു, അപ്പോൾ തന്നെ അത് നിവർത്തിക്കാൻ അവൻ നമ്മെ സഹായിക്കും. If you are understanding, shout aloud, hallelujah. തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഒരു hallelujah. ഒന്നുകൂടെ hallelujah. Hallelujah. My Jesus is a Jesus of the better covenant. എന്റെ യേശു വിശേഷതയേറിയ നിയമങ്ങളുടെ യേശുവാണ്. He dies for me, അവൻ എനിക്ക് വേണ്ടി മരിച്ചു, but he also helps me to live for his glory. അവന്റെ മഹത്വത്തിനെ ജീവിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്യുക. In chapter 8 we find the next better. 8-ാം അധ്യായത്തിലാണ് അടുത്ത ശ്രേഷ്ഠത നമ്മൾ In കാണുന്നത്. chapter verse 6 we find that Jesus has a better ministry than the old ministry. അവിടെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ പഴയ നിയമങ്ങളുടെ ശുശ്രൂഷയേക്കാൾ വിശേഷതയേറിയ ഒരു ശുശ്രൂഷ അവൻ പ്രാപിച്ചു. Because there is a better covenant, there has to be a better ministry also. ഒരു വിശേഷതയേറിയ നിയമം ഉള്ളതുകൊണ്ട് വിശേഷതയേറിയ ഒരു ശുശ്രൂഷ വന്നേ മതിയാകും. We simply call it the New Testament ministry. നമ്മൾ സിംപ്ലി സ്വാഭാവികമായിട്ട് വളരെ എളിമയോടെ പറയുകയാണ് പുതു നിയമത്തിന്റെ ശുശ്രൂഷ. But it is actually the ministry that is unveiled through the flesh of our Lord Jesus Christ. എന്നാൽ ആ ശുശ്രൂഷ എങ്ങനെ ഒരുങ്ങിയെന്ന് അറിയാമോ? നമ്മുടെ കർത്താവായ യേശുവിന്റെ ദേഹമെന്ന തിരശീല ചീന്തിക്കൊണ്ട്. Like the Old Testament curtain was torn, Jesus' body was torn, and the glory of the Father that was in Jesus is
now reflecting upon us. And now from glory to glory, from inch to inch, we are becoming like God, like the sons of God. Glory from glory, glory to glory. പഴയ നിയമത്തിന്റെ തിരശീല ചിന്തിക്കൊണ്ട് അവൻ അത് ചിന്തിയതുപോലെ യേശുവിന്റെ ദേഹമെന്ന തിരശീല ചിന്തുകയും പിതാവിന്റെ മഹത്വം ആ കീറിയ തിരശീലക്കകത്തൂടെ പുറത്തു വരികയും നാം ഓരോ നിമിഷവും മഹത്വത്തിൽ നിന്ന് മഹത്വം പ്രാപിച്ചുകൊണ്ട് ആ പിതാവിനെ പോലെ ദൈവപുത്രന്മാരായി യേശു ക്രിസ്തുവിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുക. And in this glorious ministry, nobody can take the name of Jesus and signs and wonders will happen. ആ ഈ മഹത്വപൂർണമായ ശുശ്രൂഷയുടെ പ്രത്യേകത എന്തെന്നറിയാമോ? ആർക്കും ഒന്നും അല്ലാത്തൊരാൾക്കും ആ നാമത്തെ എടുത്തു പറയുമ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും. And when this glory hits somebody and nobody can take the name of Jesus, they will call and people will become saved because there is power in the name of ഈ Jesus. ശക്തി ഒരുവനെ തൊടുമ്പോൾ, ഈ മഹത്വം ഒരുവനെ സ്പർശിക്കുമ്പോൾ, അവൻ യേശുവേ എന്ന പേര് വിളിച്ച് അപേക്ഷിക്കുമ്പോൾ തന്നെ അവൻ രക്ഷിക്കപ്പെടുകയാണ്. What was selective, what was closed in the Old Testament is now becoming general, is now available for the masses. The ministry of the Lord Jesus through the glory of Jesus for the glory of the Father is now available for you tonight. പഴയ നിയമത്തിൽ വളരെ കുറച്ചു പേർക്ക് മാത്രം, തെരഞ്ഞെടുക്കപ്പെട്ട ചില ചുരുക്കം ആളുകൾക്ക് മാത്രം അനുവദിക്കപ്പെട്ട ശുശ്രൂഷ ഇന്ന് വിശ്വസിക്കുന്ന സകലർക്കും അത് ലഭ്യമാണ്. ആർക്കും യേശുവിന്റെ നാമത്തെ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ അത് ഓപ്പൺ ആകുക. Better ministry, വിശേഷതയേറിയ ശുശ്രൂഷ, better ministry in Jesus. ശ്രേഷ്ഠമായ ശുശ്രൂഷ. But then in 8:6 again it says better promises we have through എന്നാൽ Jesus. 8:6 പറയുന്നത് ഉത്തമമായ വാഗ്ദത്തം ഉണ്ടെന്നാണ്. Not just better ministry, വെറും ഒരു ശ്രേഷ്ഠ ശുശ്രൂഷയല്ല, but better promises in Jesus. എന്നാൽ വിശേഷതയേറിയ വാഗ്ദത്തങ്ങൾ ക്രിസ്തുവിലുണ്ട്. When my Jesus gives you an assignment, he has better promises. ദൈവം യേശു നിനക്കൊരു നിയോഗം തരുമ്പോൾ അവൻ നിനക്കൊരു ശ്രേഷ്ഠമായ വാഗ്ദത്തം കൂടെ The തരികയാണ്. promises are good for earth and also good for the earth to come. ഈ വാഗ്ദത്തം ഈ ഭൂമിക്കും വരുവാനുള്ള ലോകത്തിനും ഉത്തമമായതാണ്. In life and in the life to come. ഈ ജീവിതത്തിനും വരുവാനുള്ള ജീവിതത്തിനും. There could be persecutions, there could be loneliness, there could be hurts and aches and pains, but in the life to come he has promised you life forevermore. ഇവിടെ പ്രതികൂലങ്ങളുണ്ട്, ഇവിടെ പ്രതിസന്ധികളുണ്ട്, പീഡനങ്ങളുണ്ട്, വേദനകളുണ്ട്, മരണകരമായ അവസ്ഥകളുണ്ടെങ്കിലും അവൻ നമുക്കൊരു ശ്രേഷ്ഠമായ വാഗ്ദത്തം തന്നിരിക്കുന്നു. Better promises, ശ്രേഷ്ഠമായ better വാഗ്ദത്തം. than what your father promised to you, നിങ്ങളുടെ പിതാവ് നിങ്ങൾക്ക് വാഗ്ദത്തം better than what your wife or your husband promised to you, നിങ്ങളുടെ ഭാര്യയോ ഭർത്താവ് നിങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങളെക്കാൾ ശ്രേഷ്ഠമായ, better than what the insurance agent promised to you, ഇൻഷുറൻസ് ഏജന്റ് നിനക്ക് വാഗ്ദത്തം ചെയ്തവനേക്കാൾ മെച്ചപ്പെട്ടത്, better than what the mutual fund told you, മ്യൂച്വൽ ഫണ്ട് നിന്നോട് പറഞ്ഞവനേക്കാൾ മെച്ചപ്പെട്ടത്. better promises in Christ and through Christ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിൽ ഏറ്റവും ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങൾ. But then we jump to chapter 10 verse 34. 10:13 നാം 10:34 10:34 നമ്മൾ and വരുമ്പോൾ then the writer describes to us better possessions, better അടുത്ത് possessions. പറയുകയാണ് ശ്രേഷ്ഠമായ സമ്പത്ത് നമുക്ക് തന്നിരിക്കുകയാണ്. Enduring and better possessions. നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. Everybody say enduring possessions. എല്ലാരും പറഞ്ഞ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത്. Everybody say enduring possessions. നിലനിൽക്കുന്ന സമ്പത്ത്. In the villages of Maharashtra, when somebody dies, മഹാരാഷ്ട്രയിലെ ഗ്രാമങ്ങളിൽ ചിലർ മരിക്കുവാണെങ്കിൽ, especially the tribal community, when they bury them, after burial they take the cot which he slept and take the cot and put it upside down on the cover or on the, what was they call it, the burial site. അവര് ഗ്രാമത്തിലെ ആളുകളെ അടക്കം ചെയ്യുമ്പോൾ ഈ മരിച്ചയാള് വിട്ടുപോയ ആ കോട്ടിനെ എടുത്തിട്ട് കട്ടിലിനെ എടുത്തിട്ട് ആ കുഴിയുടെ മുകളിൽ വെക്കും. As if to signify that belonged to him. അത് അടയാളമാക്കുന്നത് ആ മനുഷ്യന്റേതാണത്. All the gold and silver is removed, but the cot is given there. സ്വർണവും വെള്ളിയൊക്കെ ഊരി അവര് കയ്യിലെടുക്കും, എന്നിട്ട് അദ്ദേഹം ഉപയോഗിച്ച കട്ടിലെടുത്ത് കുഴിയുടെ പുറത്ത് വെച്ചേക്കും. Even the watch before burial, you have heard stories, right? Take the watch, they say before they bury. അടക്കുന്നതിന് മുമ്പ് വാച്ച് കയ്യിലുണ്ടെങ്കിൽ അതുപോലും അവർ ഊരിയെടുക്കും. And the specs also they will take. കണ്ണടയും അവർ ഊരിയെടുക്കും. And they bury and then give the cot to that gentleman. അതിനെ അവരെ അടക്കം ചെയ്ത ശേഷം ആ കട്ടിൽ അതിന്റെ പുറത്ത് വെക്കും. But I have bad news for that person. He cannot take even the cot to where he is going. പക്ഷേ ഒരു സഹതാപം വാർത്ത എന്നു ചോദിച്ചാൽ ആ മരിച്ച മനുഷ്യൻ ഈ കട്ടിലും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നുള്ളതാണ്.
Reply to yourself, what will you take with you? നിങ്ങളൊന്ന് നോക്കിയേ, നിങ്ങൾ എന്താണ് കൊണ്ടുപോകാൻ പോകുന്നത്? I don't want to end on a bad note, but all possessions that we have, മെസ്സേജ് ഒരു ദുഃഖ വാർത്തയായിട്ട് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. all the possessions that we have will end up with somebody who doesn't care about it. എല്ലാ സമ്പത്ത്, നമുക്കുള്ള സകല സമ്പത്തും നമ്മൾ അവസാനിച്ച് കഴിയുമ്പോൾ മറ്റാരൊക്കെയോ Everything that you took care, polished, cleaned, wiped and secured and checked the password and everything is going to end up with somebody else. നമ്മൾ സൂക്ഷിച്ച, പോളിഷ് ചെയ്ത്, പാസ്വേഡ് ഇട്ട് സൂക്ഷിച്ചു വെച്ച സകലതും നമ്മൾ തീർന്ന ശേഷം മറ്റാരൊക്കെയോ ഉപയോഗിക്കാൻ പോവുകയാണ്. What am I saying? Possessions can disappear like this overnight. ഞാൻ പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ഒരു രാത്രി കൊണ്ട് അപ്രത്യക്ഷപ്പെട്ടേക്കാം. Make sure you have possessions that outlast you into eternity. എന്നാൽ ഒരു കാര്യം ഉറപ്പാക്കുക, ഒരിക്കലും നശിക്കാത്ത നിലനിൽക്കുന്ന ഒരു ഉത്തമ സമ്പത്ത് എനിക്കുണ്ടെന്ന് ഉറപ്പുവരുത്തുക. Hallelujah! Hallelujah! You have still time to ensure you have possessions beyond the grave. Tonight you have the time. കല്ലറയ്ക്കപ്പുറത്ത് എനിക്കൊരു സമ്പത്തുണ്ടെന്ന് ഉറപ്പാക്കാൻ ഇപ്പോഴും നിങ്ങൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് ടൈമുണ്ട്. Doesn't mean you have to live like beggars. Doesn't mean you have to live like beggars. അതിന്റെ അർത്ഥം നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കണം. Live like beggars. പിച്ചക്കാരെ പോലെ ജീവിക്കണമെന്നല്ല അതിന്റെ അർത്ഥം. But at the same time, don't set your heart on these things. Live light, travel light, hold light in the light of eternity. നിങ്ങൾ പ്രകാശം, ദൈവത്തിന്റെ വെളിച്ചത്തെ കയ്യിൽ ഉള്ളവരായി ജീവിക്കുക, ആ വെളിച്ചത്തെ ചുമക്കുന്നവരായി ജീവിക്കുക, ആ വെളിച്ചത്തെ നിത്യ സമ്പത്താക്കി മാറ്റുക. Better possessions. ഒരു ഉത്തമ സമ്പത്ത്. But then in 11:16 a phrase and then we will close. 11:16 ഒരു വേദഭാഗം ഇങ്ങനെ പറഞ്ഞു, അതിൽ അവസാനിക്കാൻ. And it says they despised their own lives because they were looking for a better country, a better nation. അവരുടെ ഒരു നല്ല രാജ്യത്തെ, നല്ല ദേശത്തെ പ്രതീക്ഷിച്ചത് കൊണ്ട് അവരുടെ ജീവനെ അവർ വിലയേറിയതായി കണ്ടില്ല. എങ്ങനെ മലയാളത്തിൽ വായിച്ചു അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവമെന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. Hallelujah! A better country. ഒരു നല്ല നഗരം. Better than your motherland, better than your dreamland, better than Disneyland, better than anything you can imagine. A country, a creation created by God himself. നിങ്ങളുടെ മാതൃഭൂമിയേക്കാൾ, നിങ്ങളുടെ സ്വപ്നഭൂമിയേക്കാൾ, നിങ്ങളുടെ ഫാൻസി ഭൂമിയേക്കാളും ഏറ്റവും മനോഹരമായ രാജ്യം നിങ്ങൾക്ക് വേണ്ടി അവൻ ഒരുക്കിയിരിക്കുകയാണ്. Are you looking forward to that? നിങ്ങൾ അതിലേക്കാണോ നോക്കി പാർക്കുന്നത്? Or are you looking to the temporary and that will be removed? So അല്ല, താൽക്കാലികമായി നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നതിനെയാണോ നിങ്ങൾ നോക്കി പാർക്കുന്നത്? The writer of Hebrews is using all of these analogies to remind them, don't go back, don't grow cold, don't grow disinterested. There is Jesus, and in all of this he wants to help you cross over into the better country. ഇതെല്ലാം നമുക്ക് വരച്ചു കാണിച്ചിട്ട് ഈ ലേഖനത്തിന്റെ ഗ്രന്ഥകാരൻ പറയുകയാണ്, നിങ്ങൾ വിട്ടുപോകരുത്, നിങ്ങൾ പിന്മാറി പോകരുത്. നമുക്കൊരു ശ്രേഷ്ഠമായ ഉടമ്പടി, ഒരു പുരോഹിതനുണ്ട്, യേശു നമുക്ക് വേണ്ടി ഉണ്ടെന്ന് അവൻ വരച്ചു കാണിച്ചു. Genesis 12:1, Abraham left what was good, not knowing where he was going, to obtain what was best in the days to come. ഉൽപ്പത്തി 12:1 അവൻ അബ്രഹാം താൻ പാർത്തിരുന്ന സ്ഥലത്തെ, നല്ല ദേശത്തെ ഒക്കെ വിട്ടിട്ട് എങ്ങോട്ട് പോകുന്നു എന്നറിയാതെ ദൈവം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയായി. Philippians 3:20 says, I look forward to the country that is about to come. ഫിലിപ്പിയർ 3:20 പറയുന്നു, ആ വരുവാനുള്ളതിലേക്ക് ഞാൻ ആഞ്ഞും കൊണ്ടോടുകയാണ്. I live on this earth, I am a citizen of this country, but my citizenship also is in heaven, the heavenly country. ഞാൻ ഈ പാർക്കുന്ന രാജ്യത്തെ വിട്ടുപോകാൻ പോവുകയാണ്, ഇവിടുത്തെ പൗരത്വത്തെ ഉപേക്ഷിക്കുകയാണ്. കാരണം എന്റെ പൗരത്വം സ്വർഗത്തിലാകുന്നു. You know your assets. നിങ്ങളുടെ സമ്പത്ത് എത്ര നിങ്ങൾക്കറിയാം. You know your liabilities. നിങ്ങളുടെ ബാധ്യതകൾ എത്രയെന്ന് അറിയാം. I only want to close by saying, make sure your assets outlast you. ഞാൻ ഒരു കാര്യം ഉറപ്പാക്കുവാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സമ്പത്ത് നിങ്ങളെ നിത്യതയിലേക്ക് നിലനിൽക്കുന്ന ഒരു സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ടാകണമെന്നുള്ളതാണ്. I'm not trying to hint, I'm not trying to extract, I'm not trying to be deceiving, I'm only hinting to smart people. Make sure your eyes are on the kingdom to come and make sure your possessions outlast you. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ നിങ്ങളെ
ചെറുതാക്കി കാണിക്കുകയല്ല. ഞാൻ ചില സ്മാർട്ടായ ആളുകളോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്കൊരു നിലനിൽക്കുന്ന സമ്പത്ത് സ്വർഗത്തിൽ ഉണ്ടെന്ന് നിങ്ങളുടെ ഈ ജീവിതത്തിൽ തന്നെ ഉറപ്പാക്കിക്കൊള്ളുക. And for those who are growing in their faith, വിശ്വാസത്തിൽ വളരുന്നവർക്ക് വേണ്ടി make sure you tithe regularly. നിങ്ങൾ ദശാംശം കൃത്യമായി കൊടുക്കുന്നു എന്ന് ഉറപ്പാക്കുക. But those who are strong in the faith, വിശ്വാസത്തിൽ ശക്തരായവരോട് ഞാൻ പറയാം, stop tithing. ദശാംശം കൊടുക്കുന്ന നിർത്തുക. Stop tithing. ദശാംശം കൊടുക്കുന്ന നിർത്തുക. Stop it. നിർത്തുക. It is wrong. അത് തെറ്റാണ്. You have to do much more than tithes. അതിലപ്പുറത്ത് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. I invite you on this journey. നിങ്ങളെ ഈ യാത്രയിലേക്ക് ഞാൻ സ്വാഗതം I ചെയ്യുന്നു. invite you on this journey. ഞാൻ നിങ്ങളെ യാത്രയിലേക്ക് ക്ഷണിക്കുകയാണ്. Where God will give you so much resources, you don't know what to do with them. നിങ്ങൾക്ക് ധാരാളം സമ്പത്തും കാര്യങ്ങളും തരുമ്പോൾ എന്തതുകൊണ്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. And when it comes to a point, Lord, I don't know what to do, ask the Lord and say, God, use it for your glory. അത് വരുമ്പോൾ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ ഞാൻ ഇതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത്, അങ്ങയുടെ മഹത്വത്തിനായി ഉപയോഗിക്കണം. And when God gives you money in this hand, the Lord will also show you a need in this hand. Do it without a stopping. When it comes this way, send it that way for the glory of God. ഈ കരങ്ങളിലേക്ക് പണം വരുമ്പോൾ വലതു കരത്തിലൊരു ആവശ്യത്തെ കർത്താവ് കാണിക്കും. ഒട്ടും അമാന്തിക്കാതെ ആ പണം കൊണ്ട് ഈ ആവശ്യത്തെ നിവർത്തിക്കുക. ഇടത് കയ്യിൽ വന്നിട്ടത് വലത് കയ്യിലൂടെ ചെലവാക്കപ്പെടട്ടെ. Make sure he who has received much, keep giving, keep investing, keep sowing, because we don't know a day is coming when all of this is going to end very soon. അവൻ കൂടുതൽ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചവർ ഒരു കാര്യം ഉറപ്പാക്കുക, നിങ്ങൾ അധികം കർത്താവിനായി ചെലവിടുന്നുവെന്നും നിങ്ങൾ അവനായി ചെലവിടപ്പെടുന്നു എന്നുമുള്ളതും ഉറപ്പാക്കുക. Jesus is the Son of God. യേശു ദൈവപുത്രനാണ്. Jesus is the creator of all things. യേശു സകലത്തിന്റെയും സൃഷ്ടാവാണ്. Jesus is the sustainer of all things. യേശു സകലത്തെയും He is the വഹിക്കുന്നവനാണ്. heir of all things. സകലത്തിന്റെയും അവകാശിയാണ്. Radiance of the Father's glory. പിതാവിന്റെ മഹത്വത്തിന്റെ Express പ്രഭയാണ്. image of the Father's glory. പിതാവിന്റെ തത്വത്തിന്റെ മുദ്രയാണ്. Redeemer through his blood always. രക്തത്താൽ നമ്മെ എല്ലാവരെയും Seated വീണ്ടെടുത്തവനാണ്. at the right hand of the Father. പിതാവിന്റെ വലതുഭാഗത്ത് Better ഇരുന്നവനാണ്. name than the angels. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ Better നാമമുള്ളവനാണ്. covenant. ശ്രേഷ്ഠമായ ഉടമ്പടി, Better promises. ശ്രേഷ്ഠമായ വാഗ്ദത്തങ്ങൾ, Better possessions. ശ്രേഷ്ഠമായ സമ്പത്ത്, Better country. ശ്രേഷ്ഠമായ രാജ്യം. In everything better the Lord has kept for us. ഇതെല്ലാത്തിലും അപ്പുറത്ത് ഏറ്റവും നല്ലത് ദൈവം നമുക്ക് വേണ്ടി മുന്നൊരുക്കിയിരുന്നു. If you have understood anything, stand up on your feet and begin to worship Jesus. എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ കർത്താവിനെ And സ്തുതിച്ചാട്ടെ. just take that word inside you. ഞാനത് ആ വചനം നിങ്ങളുടെ അകത്തേക്ക് ഇടുകയാണ്. Forget us, but do not forget the word of God. ഞങ്ങളെ മറക്കുക, പക്ഷെ ദൈവവചനത്തെ മറക്കുക. Forget us, but do not forget what God has spoken to you today. ഞങ്ങളെ മറക്കാം, പക്ഷെ ദൈവം നിങ്ങളോട് സംസാരിച്ചത് Don't മറക്കരുത്. worry too much about your problems today. നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് കൂടുതൽ ഭാരപ്പെടരുത്. Don't be anxious about your problems today. നിങ്ങളുടെ പ്രശ്നങ്ങളെ കുറിച്ച് നിങ്ങൾ ആശങ്കപ്പെടരുത്. In everything, through prayer and supplication, make your needs known to the Heavenly Father. സകലത്തിലും പ്രാർത്ഥനയാലും സ്തോത്രത്താലും അപേക്ഷകളെ ദൈവത്തോട് And അറിയിക്കുക. my God shall supply all your needs according to his riches in glory in എന്റെ Christ ദൈവമോ Jesus. നിങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തു യേശുവിൽ പൂർണ്ണമായി But തീർത്തു. when that happens, do not forget the one who has given you all of this. This is Jesus, my Jesus, my Jesus. ഒരു കാര്യം, ഇതൊക്കെ സംഭവിക്കുമ്പോൾ, ഇതൊക്കെ പരിഹരിക്കപ്പെടുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്, ഇതെവിടെ നിന്നാണ് വന്നത്? എന്റെ യേശുവിൽ നിന്നുമാണ് എനിക്ക് നൽകപ്പെട്ടത്. Yeshu